കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്. കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം അന്വേഷിക്കലാം. ശോകമില്ല ഭാഗ്യം ഒന്ന് ക്രിസ്തുവിൽ. ലോകമേതും യോഗ്യം അന്വേഷിക്കലാം. ശോകമില്ല ഭാഗ്യം ഒന്ന് ക്രിസ്തുവിൽ. നാഥനും മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. നാഥനും മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ കുരിശിന്റെ പാതയിൽ. സാക്ഷിക സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. സാക്ഷിക സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുന്നായിരങ്ങൾ ആകയാലെ ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുന്നു. നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാൻ ഓടുന്നു. നേരവും യേശുവേ നോക്കിടും. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ കുരിശിന്റെ പാതയിൽ.
15 വായിച്ചോ. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായിരുന്നു. മാത്യു 28:15. So the soldiers took the money and did as they were instructed, and this story has been widely circulated among the Jews to this very day. കൈമണി കിട്ടിയാൽ ആരും അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പോഴത്തെ ലോകവും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എന്ത് കാര്യത്തിനും നീതിക്ക് വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഒരു കവറിൽ പൈസ ഇട്ട് കൊടുത്ത പരിപാടി കുശി. ശുശ്രൂഷിക്കുന്നവർക്ക് കൂടുതൽ പണം എവിടെ കിട്ടുന്നോ അവർക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ ശുശ്രൂഷിക്കും. അപ്പോൾ എവിടെയും പണമാണ് പ്രശ്നം. പക്ഷെ ബൈബിളിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പണം മാമൂൻ എന്നാണ്, എന്ന് വെച്ചാൽ പിശാചിൻ്റെ ഒരു കൈ അതിലുണ്ട്. അപ്പോൾ പണത്തിൻ്റെ പിന്നാലെ പോയാൽ പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ സോ ദ സോൾജേഴ്സ് ടുക്ക് ദ മണി ആൻഡ് ഡിഡ് ആസ് ദേ വർ ഇൻസ്ട്രക്റ്റഡ്. അപ്പോൾ പട്ടാളക്കാർ, നിയമം പാലിക്കേണ്ടവർ അവരെന്ത് ചെയ്ത് പണം വാങ്ങിച്ചു, അവർ പറയുന്ന പോലെ പ്രവർത്തിച്ചു. പണം വാങ്ങിച്ചല്ലോ, പണം വാങ്ങിച്ചാൽ പറയുന്ന കണക്ക് പ്രവർത്തിക്കാം. പറയുന്ന കണക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പണം കൊടുക്കില്ല. അപ്പോൾ പണം എന്നുള്ള സ്ഥാനത്ത് ആ വ്യക്തിക്ക് എന്ത് ഇഷ്ടമുള്ള സാധനം കൊടുത്തോ അവനത് ആ കൊടുക്കുന്ന ആളുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കും. ലോകം അതാണ് അവസ്ഥ. ആത്മീയ ലോകത്ത് അതിനേക്കാളും വേഴ്സാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഗവൺമെൻറ് സ്ഥാപനത്തിലൊക്കെ കൈമണി കൊടുത്ത് കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് പറയുന്ന കണക്ക് ആത്മീയ ലോകത്തിലും ഇത് തന്നെയാണ്. ഈ പറയുന്ന ആത്മീയർ തന്നെ ഗവൺമെൻറ് സ്ഥാപനത്തിലും ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവിടെയും ഇത് തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് പണമാണ് പ്രശ്നം. അപ്പോൾ പണം കിട്ടിത്തീരുന്ന എന്തും ഒറ്റിക്കൊടുക്കും. ഇവിടെ കർത്താവിനെ വരെ ഒറ്റിക്കൊടുക്കുന്ന വചനങ്ങൾ കാണാൻ വേണ്ടും. ആൻഡ് ദിസ് സ്റ്റോറി, എന്നിട്ട് ഈ കഥ ആ ഒറ്റിക്കൊടുത്ത് പണം കൊടുത്ത വാങ്ങിച്ച ആൾ ഒറ്റിക്കൊടുത്തത് ആ കഥ ഇന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ പൈസ കൊടുത്താലും മിണ്ടത്തില്ല, വെളിയിൽ പറയത്തില്ലെന്ന്. ഒരു സമയത്ത് അയാൾ സംസാരിച്ചിരിക്കും. ആൻഡ് ദിസ് സ്റ്റോറി ഹാസ് ബീൻ വൈഡ്ലി സർക്കുലേറ്റഡ് എമംഗ് ദ ജ്യൂസ്, യഹൂദന്മാരുടെ ഇടയിൽ ടു ദിസ് വെരി ഡേ, ഈ ദിവസം വരെ അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്താ ഇങ്ങനെ പറയാൻ കാരണം? നമുക്കതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ശബ്ബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. അപ്പോൾ ആഫ്റ്റർ സബത്ത് കഴിഞ്ഞിട്ട് അറ്റ് ദ ഡോൺ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന ആദ്യത്തെ ദിവസമായ ആ ആഴ്ചയിൽ. അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ കൺഫ്യൂഷൻ ആയിരുന്നത് എന്താ, സബത്തിലാണോ നമ്മൾ ഞായറാഴ്ച കണക്ക് കൂടേണ്ടത് അല്ലെങ്കിൽ അവധിയാ വെക്കേണ്ടത് കർത്താവിന് വേണ്ടി മാറ്റും. ഇവിടെ പറയുന്നത് സബത്ത് കഴിഞ്ഞ്, അപ്പോൾ സബത്ത് ആ സാറ്റർഡേ കഴിഞ്ഞു. എന്നിട്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം എന്ന് പറയുമ്പോൾ പിറ്റേന്ന് സൺഡേ ആയി. സൺഡേ ആണ് 1-ാമത്തെ ദിവസം ആണ്. ഈ സാറ്റർഡേ സൺഡേ അന്ന് വന്നില്ല. നമ്മൾ ഇപ്പോഴത്തെ ഇത് വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ സബത്ത് ശനിയാഴ്ച കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സബത്തിൽ കിടന്നത് സബത്തിനാണ്. പിന്നെ അത് കഴിഞ്ഞ് നടന്നത് പിറ്റേന്നാണ് ഞായറാഴ്ച. നമ്മൾ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ആദ്യത്തെ ദിവസം ഡോൺ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, ആഴ്ചയുടെ 1-ാം വട്ടം. മലയാളം ഒന്നുകൂടെ വെച്ച് അതിരാവിലെ മേരി മഗ്ദലന ആൻഡ് ദ അതർ മേരി മഗ്ദലനയും മറ്റേ മേരിയും വെൻറ്റ് ലുക്ക് അറ്റ് ദ ടോം, കല്ലറയിൽ കാണുവാൻ വേണ്ടി പോയത്. അപ്പോൾ അതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ എല്ലാം പറഞ്ഞ് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അത് ഓർമ്മിപ്പിക്കുന്ന കണക്ക് അവിടെ കർത്താവിനെ ക്രൂശിലേറ്റി മരണം സംഭവിച്ച് തീരുന്നപ്പോൾ കല്ലറയിൽ കൊണ്ട് വച്ചതിന് ശേഷം ആ സബത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞായറാഴ്ച ഈ മഗ്ദലന മറിയയും മേരിയും കൂടെ എവിടെ ഓടിയത്? കല്ലറയ്ക്ക് പോയി. എന്തിന് കല്ലറയിൽ പോകുന്നത്? കല്ലറ ഏതായാലും സീൽ ചെയ്ത് അടച്ചു പൂട്ടി വച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോയാൽ കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും കല്ലറയിൽ പോകണം, ആരെയും കാണാൻ പറ്റത്തില്ല.
അപ്പോൾ കല്ലറ പോയി തരുന്നത് അതിൻ്റെ ഫ്രണ്ട് ഇരുന്നിട്ട് നമ്മൾ ഇന്നലെ ഞാനൊക്കെ സംസാരിച്ചല്ലേ, മരിച്ചവർ ആ ആത്മാവ് അവിടെ തന്നെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഉണ്ട്, കാരണം ആ ലാസർ മരിച്ച് തീരുന്ന ആ ഇതിലാണെന്ന് തോന്നുന്നു, അതിൻ്റെ ചരിത്രത്തിലാണെന്ന് തോന്നുന്നു പറയുന്നത്, ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ ആത്മാവ് 4 ദിവസം വരെ അവരെ ചുറ്റി തന്നെ ഇരിക്കും, പോകത്തില്ല. 4 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ ആത്മാവ് അവിടെ തന്നെ ഉണ്ടാവും എന്ന് വെച്ചാൽ അത് ആ ചുറ്റിനുമല്ല, ആ ആത്മാവ് ആ ബോഡിയിലുണ്ട്. ആ ബോഡിയിൽ ഇരിക്കുന്നത് നമ്മൾ 4 ദിവസം. അതാണ് പണ്ട് ഒരു മരണം നടന്നു വരുമ്പോൾ എനിക്ക് ഓർക്കുന്നത്, ഞങ്ങളൊക്കെ മലേഷ്യയിൽ നിന്ന് വന്ന ഇടയ്ക്കൊക്കെ കൊല്ലത്തും അവരുടെയൊക്കെ മരണ സമയത്ത് പോകുന്നത് 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമൊക്കെയാണ് പോകുന്നത്. പിന്നെ അവർ അടക്കം വയ്ക്കുന്നത് സൺഡേ ഈവനിങ്ങൊക്കെയാണ്. അപ്പോൾ ബുധനാഴ്ച മരണം നടന്ന വ്യാഴം വെള്ളി ശനിയും വെച്ചിട്ട് സൺഡേ ഈവനിങ് എല്ലാവരും കാണും. അപ്പോൾ ഈ 4 ദിവസം അവിടെ അന്ന് ഈ മോച്ചറിയും കാര്യങ്ങളും ഈ എന്താണ് മറ്റേ പെട്ടിയും വകുപ്പൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നടന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ 4 ദിവസം അവിടെ ആ ആത്മാവ് അവിടെ ഉണ്ട്. അപ്പോൾ ജീവൻ കിട്ടണമെങ്കിൽ, തിരിച്ച് വരണമെങ്കിൽ എല്ലാം നടക്കുന്നത് 4 ദിവസത്തിനകത്താണ്. അപ്പോൾ കർത്താവിന് ഇതറിയാം. അപ്പോൾ കർത്താവ് പറഞ്ഞ ഇവിടെ പറയുന്നത് എന്താണ്, വെൻ ടു ലുക്ക് അറ്റ് ദ ടോം. ഈ പറയുന്ന മഗ്ദലന മറിയയും ഈ മേരിയും കൂടെ ഈ കല്ലറയിൽ പോയി. ഇപ്പോഴും നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോഴും എത്രയോ പേര് മരിച്ച് കല്ലറയൊക്കെ കെട്ടി തീരുമ്പോൾ അവിടെ പോകും. ഈ മരിച്ചടക്കപ്പെട്ട് കത്തിച്ച് കളഞ്ഞാൽ എവിടെ പോവും? അതിന് ചില ആൾക്കാർ അതിനൊരു കിണ്ണത്തിലെടുത്ത് ഭസ്മം എടുത്ത് വയ്ക്കുന്നത്. ഇപ്പോൾ വന്ന് എന്തോ ഒരു ബോഡി കൊടുത്ത് തീരുമ്പോൾ അവർ പറയും ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറയും. വരുമ്പോൾ ഒരു കിണ്ണത്തിൽ ഭസ്മം കൊടുക്കും. ആരുടെ ഭസ്മമെന്ന് ആർക്കറിയാം? എവിടെയെങ്കിലും ഒരു ഭസ്മം എടുത്ത് കൊടുക്കുക, അത് അവരുടെയാണെന്നാണ്. അപ്പോൾ കപടവും കാര്യങ്ങളുമായിട്ട് അങ്ങനെ അവന് ജോലി അതാണ്, അവൻ്റെ ശമ്പളം കിട്ടി, അവൻ്റെ വരുമാനം കിട്ടി, അവൻ ഇവർക്കെന്തോ വേണ്ടത് ഭസ്മം, ഏതെങ്കിലും ഒരു ഭസ്മം എടുത്ത് കൊടുത്തു. അപ്പോൾ നീതിയല്ല നടക്കുന്നത്, ലോകത്ത് നീതിയല്ല. ആത്മീയരെങ്കിലും പരസ്പരം നീതി കാണിക്കണ്ടേ, പരസ്പരം നല്ലത് മാത്രം സംസാരിക്കണ്ടേ, നല്ലത് മാത്രം പ്രവർത്തിക്കണ്ടേ. പക്ഷേ ഇവിടെ മേരി മഗ്ദലനയും മറ്റേ മേരിയും കൂടെ കല്ലറയിൽ ഓടിച്ചെന്നു. 2ാമത്തെ വാക്യം, there was a violent earthquake. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു. അപ്പം ഈ 2 സഹോദരിമാരും കല്ലറയിലോട്ട് പോകാൻ വേണ്ടി അതിരാവിലെ സബത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതിരാവിലെ എണീറ്റ് അവർ കല്ലറയ്ക്ക് പോകുന്ന സമയത്ത് അപ്പോൾ അവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന ഈ മലയും ഭൂമിയൊക്കെ പളർന്നു വരുന്ന ഭൂകമ്പമല്ല. അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ലൈറ്റും പുകയൊക്കെ വന്ന ഒരു ഭൂകമ്പം വന്ന് ഫോർ ആൻ ഏഞ്ചൽ. കാരണം അതിലൊരു ദൂതൻ, ഫോർ ദ ലോർഡ് കെയിം ഡൗൺ ഫ്രം ഹെവൻ ആൻഡ് ഗോയിങ് ടു ദ ടോം. ആ മലയാളം വെച്ചേ. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്തിന്? ഫ്രം ഹെവൻ ആൻഡ് ഗോയിങ് ടു ദ ടോം റോൾഡ് ബാക്ക് ദ സ്റ്റോൺ. അവിടെ കല്ല് ഉരുട്ടി സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ദൂതം വന്നാണ് ഈ കല്ല് ഉരുട്ടി മാറ്റുന്നത്. അപ്പോൾ വേറൊരു ഭാഗത്ത് അത് ഇതിലാണോ എന്ന് അറിഞ്ഞില്ല, അവർ പറയുന്നത് ഈ കല്ല് ആര് ഉരുട്ടി മാറ്റും? ഇവർക്ക് പറ്റത്തില്ല. കാരണം അത് ലോക മനുഷ്യരാൽ രാജാക്കന്മാർ അധികാരമുള്ളവർ കല്ലവിടെ വച്ചു, അതിനെ സീൽ ചെയ്ത് പട്ടാളക്കാരെ വരെ നിയമിച്ചിട്ട്. അപ്പോൾ പോണവർ കർത്താവിനെ കാണണമെങ്കിൽ ഈ കല്ല് ഉരുട്ടി മാറ്റണം. പക്ഷേ ഇവിടെ കല്ലുരുട്ടി മാറ്റുന്ന ആര്? പക്ഷേ ഇവിടെ ഒരു ഇത് വന്ന് തീരുന്നപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ഭൂമിയിൽ വന്ന് ആൻഡ് റോൾ ബാക്ക് ദ സ്റ്റോൺ, വന്ന് ആ കല്ലിനെ മാറ്റി വച്ചു. ആൻഡ് സാറ്റ് ഓൺ ഇറ്റ്. എന്നിട്ട് ആ കല്ലിനെ മാറ്റി വച്ചിട്ട് ആ ദൂതൻ ആ കല്ലിന്മേലാണ് ഇരുന്നത്. അപ്പോൾ ദൂതൻ കല്ലിനെ മാറ്റിയിട്ട് കല്ലിന്മേലിരുന്നു. മലയാളം അങ്ങനെയല്ലേ? റോൾ ബാക്ക് ദ സ്റ്റോൺ ആൻഡ് സാറ്റ് ഓൺ ഇറ്റ്. അതിന്മേലിരുന്നു. ഹിസ് അപ്പിയറൻസ് വാസ് ലൈക്ക് ലൈറ്റ്നിങ്. ആ ദൂതന്മാരെ കാണുമ്പോൾ ഈ മിന്നൽ കണക്കത്തെ പ്രകാശത്തിലാണ് അവരിയ്ക്കുന്നത്. അപ്പോൾ സാധാ മനുഷ്യരല്ലെന്ന് വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ദൂതന്മാർക്ക് അത്രയും വെട്ടവും പ്രകാശമുണ്ടെങ്കിൽ കർത്താവിന് എത്രമാത്രം പ്രകാശം ഇരിക്കും. അതാണ്
10 കൽപ്പനയിൽ അല്ലെങ്കിൽ മോശ കൽപ്പന വാങ്ങിക്കാൻ വേണ്ടി ചെന്ന് തീർന്നപ്പോൾ ദൈവത്തിനെ കാണാൻ പറ്റില്ല. ദൈവം തിരിഞ്ഞാണ് ഇരുന്നത്. പക്ഷെ ആ മോശ തിരിച്ച് ആ മലയിൽ നിന്ന് താഴെ വന്നിരുന്ന് പ്രകാശമേറിയപ്പോൾ ആ മോശയുടെ മുഖം വരെ അന്ന് വന്ന ജനക്കൂട്ടത്തിന് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയും അതാണ് നമ്മൾ സാധാ മനുഷ്യനെ കണക്കാണ് നമ്മൾ അളക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ദൈവം കൂടിപ്പോയ ഒരു പ്രൈം മിനിസ്റ്ററിൻ്റെ ലെവൽ ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അതല്ല, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. അപ്പോൾ ആ ദൈവത്തിനെയാണ് ആരാധിക്കാനും സ്തുതിക്കാനും നന്ദി പറയാനും വന്ന് നമ്മളിവിടെ ഇരിക്കുന്നതെന്ന് ബോധ്യം നമുക്ക് വേണം. അപ്പോൾ ആ ബോധ്യത്തിലല്ല നമ്മൾ മിക്കവാറും ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇന്ന് ഞായറാഴ്ച, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, സബത്ത് ഇന്നലെ. അപ്പോൾ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം വന്ന് ഇരുന്നു. അതൊരു പ്രാർത്ഥനയല്ല. എന്ത് കേട്ട് പഠിച്ചിരിക്കുന്നത് എന്താണ്, സഭായോഗവും ഉപേക്ഷയായി വിചാരിക്കരുത്. സഭായോഗം ഞായറാഴ്ച എന്നല്ല, സഭ, ആത്മീയസഭ, ഒരു മനസ്സോടുകൂടി ഇരിക്കുന്നവർ എവിടെ കൂടിയാലും അവിടെയാണ് പറയുന്നത് 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടാവും. പിന്നെ ഒരു സ്ഥലത്ത് പറയുന്നത് 2 പേര് ഐക്യമത്യത്തോടുകൂടി എന്ത് യാചിച്ചാലും ഞാൻ തരാം. അപ്പോൾ അവിടെ ലക്ഷ്യമൊന്നും ചോദിച്ചില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, ആ സഭയിൽ പോകാൻ ഒരുപാട് ആൾക്കാരുള്ളൂ, ഈ സഭയിൽ പോകാൻ അവിടെ ആൾ കുറവ്. അപ്പോൾ ആളിൻ്റെ എണ്ണത്തിലല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ 2 പേര് വയലിലിരിക്കുമ്പോൾ അതിൽ ഒരാളെ എടുക്കുകയുള്ളൂ. എന്ത് 2 പേരെ എടുത്തുകൂടെ? അപ്പോൾ 2 പേര് ഇരിക്കുന്നിടത്ത് ഒരാളെ എടുക്കുകയുള്ളൂ. അപ്പോൾ അതവിടെയൊക്കെ ഇൻഡിവിജ്വൽ ഇതാണ്, ആൾക്കൂട്ടമേ അല്ല. നമ്മൾ ഈ ആൾക്കൂട്ടവും ഇത് സഭ വലിയ സഭയാണ് എന്ന് പറഞ്ഞാൽ നമ്മളും തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലല്ല നമ്മൾ ചിന്തിക്കേണ്ട എന്തോ, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ? 2 പേര് എടുക്കുന്ന കൂട്ടത്തിൽ എടുക്കുന്ന വ്യക്തി ഞാനാകണം. അതാകണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചിരിക്കണം. കർത്താവ് അത് പിതാവിൽ നിന്ന് വാങ്ങിച്ച കൽപ്പന പുത്രനായ ദൈവം അത് നമുക്ക് പഠിപ്പിച്ച് തന്ന് അത് നമുക്ക് ബോധ്യമായി തീർന്നപ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷകനായിട്ട് നമ്മൾ നടക്കുമ്പോൾ ആ ദൈവമക്കളെന്ന് ചൂണ്ടിക്കാണിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തിയും സംസാരം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലോകത്തിരിക്കുമ്പോൾ പൊട്ടനായിരിക്കരുത്. അതിനാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി രാജാവിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ളവരെയാണ് എനിക്ക് വേണ്ടത്. എന്നാലും ആ വ്യക്തി ലോകമനുഷ്യർ നോക്കുമ്പോൾ മറ്റ് ലോകമനുഷ്യനേക്കാളും വ്യത്യസ്തമായുള്ള ആ വ്യക്തി ആയിരിക്കണം. അയാളുടെ നടപ്പും ഭാവം പെരുമാറ്റം സംസാരം എല്ലാം ആ വ്യത്യാസം അവിടെ കാണണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ആ വ്യത്യാസം ഒന്നും മാനുമായിട്ടിരിക്കുന്നുമില്ല, നമുക്കൊന്നിനും പോകണ്ട എന്നല്ല പറയുന്നത്. ദൈവമക്കളിന് ഷാർപ്പായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം. എവിടെ പോയാലും ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ ഒരു തർക്കിച്ച് വരുമ്പോൾ അവർ 3-ാമത്തെ ഒരാൾ വരുമ്പോൾ ലോക മനുഷ്യർ തന്നെ നോക്കുമ്പോൾ അയാൾ പറയുന്നതല്ല കറക്റ്റ്, അയാൾ ആരെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ സുവിശേഷകനായിട്ട് മാറുന്നത്. നീ ആരാ? ഞാൻ ഇന്നലെ നമ്മൾ MLA ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ കാർഡ് കൊടുത്തു. അയാൾ കാർഡിങ്ങനെ തുറന്നിട്ട് നമ്മളല്ലേ ഇത് സംസാരിച്ചത്, ഫോണിൽ കൂടെ സംസാരിച്ചതെന്ന് പറഞ്ഞ് സംസാരിച്ചെല്ലാം തീർന്നിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ ഉടനെ എടുക്കാം എന്ന് പറഞ്ഞു. അവിടെ വിളിച്ചിട്ട് എടുത്തില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് അയാൾ ചോദിച്ച് എന്താ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സ്റ്റെപ്പ് കയറി വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ സുവിശേഷ വേല ചെയ്യുന്നു. ദുബായിലായിരുന്നു. അപ്പോൾ അതിൽ നമ്പർ വിളിക്കാം, ഞാൻ ഈ നമ്പറിൽ വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ ഇന്ത്യയുടെ നമ്പറിൽ വിളിക്കാം. എനിക്കറിയാം, മറ്റേ ദുബായ് നമ്പറല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഞാൻ ഇറങ്ങി ആ സ്റ്റെപ്പ് എത്താറായപ്പോഴാണ് വിളിച്ചത്. ഞാൻ തിരിച്ചു, ഞാൻ സുവിശേഷകനാണ്. ഇവർ രാഷ്ട്രീയക്കാരാണ്. ചിലവർക്ക് സുവിശേഷമൊന്നും കേൾക്കാൻ താല്പര്യമുള്ളവരല്ല. ഞാൻ സുവിശേഷമല്ല പറഞ്ഞത്, ഞാൻ സുവിശേഷകനാണ്. ലോകം മുഴുവൻ ചുറ്റിക്കറക്കി പറയുന്നതെന്നൊന്നും പറഞ്ഞില്ല, ഇത് മാത്രം പറഞ്ഞിട്ട് അയാൾ ഒരു പുഞ്ചിരി തന്നു. ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവസരം കർത്താവ് ഒരുക്കി തരുന്നു.
അപ്പോൾ ഒരു അയാൾ നല്ല ക്ലോസ്, അയാളൊരു കാണുമ്പോൾ ഒരു 40-45-50 വയസ്സ് കണക്കെ തോന്നുള്ളൂ. പക്ഷേ അയാൾ അന്ന് ആദ്യത്തെ ദിവസം ഞാൻ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ റിട്ടയർഡായി. എൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയും റിട്ടയർഡായി. ഞങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു, റിട്ടയർഡായി. ഇപ്പോൾ എന്ത് ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞു റിട്ടയർഡായി, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു കമ്പനി ക്ലോസ് ആവുന്നു. ഇപ്പോൾ മനഃപൂർവ്വം കാരണം നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ് നമ്മളിപ്പോൾ വായിച്ചെന്താണ്, വലിയ വെട്ടവും ഇതുമായിട്ട് ഒരു ഭൂമിക്കുലുക്കത്തിൻ്റെ രീതിയിൽ വെച്ച് കണ്ടെന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ വന്നു ആ കല്ല് മാറ്റിക്കൊടുത്തു. എന്നിട്ട് അവർ രണ്ടുപേരും ആ കല്ലിന്മേലാണ് ഇരുന്നത്. ഹിസ് അപ്പിയറൻസ് വാസ് ലൈക്ക് ലൈറ്റ്നിങ്. ആ ദൂതൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് തന്നെ ഹിമം പോലെ വെളുത്തിരിക്കുന്നത്. നമ്മളിവിടുത്തെ ട്രാക്കിൽ നിന്നും കൊടുത്ത ആ വെളുപ്പൊന്നും കിട്ടത്തില്ല. അത്രമാത്രം നമ്മളത് ആ ദൂതനെ കാണുമ്പോഴും ആ വെളിച്ചം കാണുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അത്രയും വെട്ടമാണെങ്കിൽ ദൂതനാണ്. അതെല്ലാം നമ്മൾ മരിച്ച് അടക്കപ്പെട്ട് രണ്ടാം വരവിന് സമയത്ത് കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളെ ശുശ്രൂഷിക്കേണ്ടവരാണ്. ദൂതനെ വരെ ജഡ്ജ്മെൻറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മൾ. അങ്ങനെയല്ലേ വചനം പറയുന്നു. അപ്പോൾ ആ ദൂതൻ, അപ്പോൾ അത്രയേ ഉള്ളൂ. പക്ഷെ ആ ദൂതൻ്റെ വസ്ത്രം ഇത്രയും വെളുപ്പും നല്ല ലൈറ്റ്നിങ് പോലെ വെട്ടവും ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? നമ്മൾ ഈ വേഷത്തിലായിരിക്കും അവിടെ ഇരിക്കുന്നത്. പക്ഷെ ആത്മാവിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ദൂതൻ നമ്മളെ ശുശ്രൂഷിക്കും. അവരെ വിധിക്കേണ്ട നമ്മളാണ് എന്ന് വെച്ചാൽ, അപ്പോൾ അതിൽ വിധിച്ചുമ്പോൾ നരകത്തിൽ പോണവർക്കാണോ ദൂതൻ? വിധിക്കുന്നവർ നമ്മളാണെന്ന് പറഞ്ഞു. Rolled back the stone and sat on it. Okay. And his clothes were white as snow. The guards were so afraid of him that they shocked and became like a dead man. നാലാമത്തെ വാക്യം വെച്ച് അവിടെ കാവൽക്കാരുണ്ടായിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ചു, അവിടെ മരിച്ച കണക്ക് വീണ്. ആരെ കണ്ടപ്പോൾ? ദൂതന്മാരെ കണ്ടു. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനൊക്കെ അവിടെ തന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മേരി മഗ്ദലനെയും പറ്റിയൊന്നും കണ്ടില്ല. പക്ഷേ അവരവിടെ പോകാൻ വേണ്ടി രാവിലെ വന്നുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ദൂരെ വെച്ച് കണ്ടു കാണും, പക്ഷെ മനസ്സിലാകത്തില്ല. കാരണം ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇതൊക്കെ എന്താണ് അത് മനസ്സിലാക്കി വരുന്ന മുമ്പ് തന്നെ അവർ ഒന്നാമത് സ്ത്രീകളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? അവരെ ദൂതന്മാരെ കണ്ടപ്പോൾ കാവൽക്കാർ, അന്നത്തെ രാജാക്കന്മാരുടെ കാവൽക്കാർ, അവരുടെ കൽപ്പന അനുസരിച്ച് അവിടെ നിന്നവർ, അവർ ഈ വെട്ടവും ഈ ഒരു മനുഷ്യൻ വന്ന് കല്ല് മാറ്റി ഇരുത്തിയിട്ട് ആ കല്ലിന്മേൽ അവിടെ ഇരുന്നപ്പോൾ ഇത് കണ്ടപ്പോൾ കാവൽക്കാർക്ക് കാണാൻ വയ്യാത്ത വിധത്തിൽ വെട്ടവും പ്രകാശവും വന്ന് അവർ ബോധം കെട്ട് അവിടെ വീണു, മരിച്ചവരെ പോലെ വീണു. ആൻഡ് ദ ഷോക്ക് ആൻഡ് ബിക്കെയിം ലൈക്ക് എ ഡെഡ് മാൻ. അവർ ചത്ത മനുഷ്യനെ കണക്കായിപ്പോയി. അപ്പോൾ മരണം സംഭവിച്ചില്ല, പക്ഷെ ആ ഒരു രംഗം കണ്ടപ്പോൾ തന്നെ മരിച്ച മനുഷ്യനെ കണക്കായി. ദ ഏഞ്ചൽ സെറ്റ് ദ വുമൻ. അപ്പോൾ സ്ത്രീകൾ അവിടെ എത്തി. അപ്പോൾ ഈ രംഗം എല്ലാം ഇത് ആദ്യത്തെ ഒരു രംഗമാണ് ഈ കാണിച്ചു വെച്ചിരുന്നത് എന്ന് പറയുന്നത്. ദ ഏഞ്ചൽ സെറ്റ് ദ വുമൻ. ആ രണ്ട് സഹോദരിമാരവിടെ വന്നപ്പോൾ അവരുടെ അടുത്ത് ആ ദൂതന്മാർ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നത് ഞാൻ അറിയുന്നു. അത് നോക്കണേ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അടുത്ത് ഇന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നമ്മൾ ഇന്നും ഇവിടെ സ്തുതിയും പറഞ്ഞും പ്രാർത്ഥിച്ചും പാട്ടും പാടിയും ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ വെട്ടവും പ്രകാശനവും എല്ലാം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട. നിങ്ങൾ വന്നത് ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. ദ ഏഞ്ചൽ സെറ്റ് ദ വുമൻ, ഡു നോട്ട് ബി അഫ്രൈഡ്. നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നതിന് ഭയപ്പെടുന്നതിന്. പക്ഷേ ഈ രണ്ട് സഹോദരിമാർക്ക് ധൈര്യം ഉണ്ടായിരുന്നു. വേറെ ആർക്കും തോന്നുന്നതിനേക്കാളും ഇവർ രണ്ടുപേരും തോന്നി അവർ ഉടനെ ആദ്യമായിട്ട് ഈ കല്ലറയിൽ വന്നു. അപ്പം നമ്മളും ചിന്തിക്കണം, നമുക്ക് ആദ്യം പോയിക്കൂടെ? അപ്പം നമ്മുടെ ആ അറ്റാച്ച്മെൻറ്റാണ്. ആ അറ്റാച്ച്മെൻറ്റ് വരുമ്പോഴാണ് നമുക്ക് അവിടെ പോകണം എന്നൊരു തോന്നൽ വരുന്നതും. ആ അറ്റാച്ച്മെൻറ്റ് ആകുമ്പോൾ നമ്മൾ ഭയം എന്ന് പറഞ്ഞ സംഭവം കാണത്തില്ല.
നമ്മളവിടെ പോകുന്നത്. പക്ഷെ അവിടെ പോകുന്ന നേരത്ത് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ വിട്ട് നേരത്തെ കൂട്ടി ആ തടസ്സങ്ങളൊക്കെ മാറ്റി റെഡിയാക്കി ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോകാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ദൂതനെ കൊണ്ട് എല്ലാ തടസ്സങ്ങളും മാറ്റി വയ്ക്കുന്ന ഒരു ദൈവത്തിനെയാണ് നമ്മളിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് പോയിക്കൂടാ? നമ്മുടെ ഫ്രണ്ടിൽ തടസ്സം, നമ്മൾ ലോകബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം തടസ്സമാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥമായിട്ട് ആ കല്ലറയിൽ വെച്ച യേശുവിനെ കാണാൻ വേണ്ടി തയ്യാറെടുപ്പിൽ വരുമ്പോൾ നമ്മൾ ഭയവും കാര്യങ്ങളും വിട്ടുപോകും. കാരണം അവിടെ തടസ്സങ്ങളും കാര്യങ്ങളും വെച്ചു, അവിടെ കല്ലുണ്ട്, അത് മൂടി വെച്ചിരിക്കുന്നു, അത് തുറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പോകത്തില്ല. പക്ഷെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവർ പോയപ്പോൾ ദൈവൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദൂതന്മാരെ വിട്ട കല്ലിനെയൊക്കെ മാറ്റി. അവിടുത്തെ പട്ടാളക്കാരന്മാർ 2 ചത്ത അവിടെ കിടക്കുന്ന കണക്ക് കിടക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന കർത്താവാണ്. മനുഷ്യൻ്റെ ചിന്തയിൽ ഇതൊന്നും നടക്കത്തില്ലെന്ന് പറയുന്ന സ്ഥാനത്തും ദൈവം വഴി ഒരുക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ നമ്മൾ ഒരുങ്ങുക. അതിന് ഞാൻ എപ്പോഴും പറയും, ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ച ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഭയമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. അപ്പോൾ എപ്പോഴും ഞാൻ എപ്പോഴും അതൊക്കെ ചിന്തിക്കാം, ആ ഭീരുത്വം ഉണ്ടാവില്ല. നമ്മളെന്തിനാണ് ഭയപ്പെടുന്നത്? കൂടി പോയി ഈ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, എന്നെ കൊല്ലാം എന്ന് വെച്ചാൽ ജഡത്തിന് അവർക്ക് എടുക്കാം. കാരണം അത് ഭൂമിയിൽ നിന്ന് വന്ന് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ജഡത്തിന് അവകാശം പറയാം. പക്ഷെ എൻ്റെ ആത്മാവിനൊന്നും ഇവർക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അതാണ് മാക്സിമം. അപ്പോൾ ലോക മനുഷ്യന് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ഏഞ്ചൽ സെറ്റ് ദ വുമൻ ഡു നോട്ട് ബി ഫ്രൈഡ്. അപ്പോൾ ദൂതൻ തന്നെ സഹോദരിമാരുടെ അടുത്ത് പറയും, നിങ്ങൾ ഭയപ്പെടണ്ട. ഫോർ എനിക്കറിയാം ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർ, എനിക്കറിയാം നിങ്ങൾ യേശുവിനെ കാണാൻ വേണ്ടിയാണ് വന്നത്. ഏത് യേശുവിനെ? ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ കാണാൻ വന്നത്. ഹീ ഈസ് നോട്ട് ഹിയർ. അടുത്ത വാക്യം, ഹീ ഈസ് നോട്ട് ഹിയർ. ആ കർത്താവ്, നിങ്ങൾ തിരക്കി വന്ന കർത്താവ് ഇവിടെ ഇല്ല. അയ്യോ, നമ്മൾ ഇത്രയും നടന്ന്, അന്ന് വാഹനമൊന്നുമില്ല, നടന്നിവിടെ എത്തിത്തീരുന്നു. ദൂതന്മാർ പറയാനും എനിക്കറിയാം നിങ്ങൾ വന്നത് ഈ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കാണാൻ വേണ്ടിയാണ്. പക്ഷേ യേശു ഇവിടെ ഇല്ല. എന്നിട്ട് പറയുന്നു ഹി ഈസ് നോട്ട് ഹിയർ, ഹി ഈസ് റിസൺ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഉയർത്തെണീറ്റ്. അപ്പോൾ പറഞ്ഞത് ഇവരുടെ അടുത്താണ് പറഞ്ഞത്. ആ നാട് മുഴുക്കെ അറിയാം, മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെണീക്കും എന്നുള്ളത്. എപ്പോഴാണ് ഉയർത്തെണീറ്റ് തീരുമ്പോഴാണ് ഇവർക്ക് ബോധ്യം വരുന്നത്. അതുവരെ നിങ്ങൾ എൻ്റെ ഈ മന്ദിരം ഇടിച്ച് കളഞ്ഞ് ഞാൻ 3 ദിവസം കൊണ്ട് ഇത് പണിയും. അപ്പോഴൊന്നും ജനത്തിനൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇനി ഈ വാർത്ത ചെല്ലുമ്പോഴാണ് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുള്ളൂ. ജസ്റ്റ് ആസ് ഹി സെഡ് കം ആൻഡ് സീ ദ പ്ലേസ് വേർ ഹി ലേഡ്. നിങ്ങൾ വന്ന് കാണുക. ആ കല്ലറയിൽ എവിടെ കൊണ്ട് വച്ചതെന്ന് നിങ്ങളൊക്കെ കണ്ടവരല്ലേ, നിങ്ങൾ വന്ന് കാണുക, അവിടെ ഇല്ല. അപ്പോൾ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ അകത്ത് ആളെ വെച്ചിട്ട് ദൂതൻ പറയുകയാണെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടിയില്ല. നിങ്ങൾ വന്ന് കാണും, അതിൻ്റെ അകത്തില്ല. കർത്താവ് പറഞ്ഞ പോലെ ഉയർത്തെണീറ്റു. അപ്പോൾ കർത്താവ് എന്ത് പറയുന്നോ അത് 101% നടക്കും. കർത്താവ് പറഞ്ഞത് എന്താണ്? മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഞാൻ ഉയർത്തെണീക്കും. അപ്പം മരണം വരെ സംഭവിച്ച കർത്താവിന് 3-ാം ദിവസം ഉയർത്തെണീക്കാൻ പറ്റും. അപ്പം നമ്മുടെ ലോകബുദ്ധിയിൽ ഒരാൾ മരിച്ചു വരുമ്പോൾ എന്തായാലും അവൻ ഉണരില്ല. അപ്പോൾ അങ്ങനെ പറയുന്ന സ്ഥാനത്ത് കർത്താവ് അത് പറഞ്ഞ് അത് നടപ്പിലാക്കി. ആകെ കൂടി നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ ദൈവന്മാരും ദൈവികളും എല്ലാം ഉള്ള സ്ഥലത്ത് ആരും മരിച്ചിട്ട് ഉയർത്തെണീറ്റില്ല. മരിച്ചപ്പോൾ എല്ലാവരെയും മനുഷ്യനെ കണക്ക് തന്നെ അവരെയും കൊണ്ടടക്കി. ചിലവരെ കല്ലറയിൽ കൊണ്ടടക്കി, ചിലവർ തീ കത്തിച്ചടക്കി, ചിലർ ഇരുത്തി അടക്കി. ഇതെല്ലാം ചെയ്യുന്നു. ആരെങ്കിലും ഉയർത്തു വന്നാൽ അത് ജീവനോട് ഇരിക്കുന്നു പറഞ്ഞ് തുറന്നു നോക്കിയാൽ വെറും അസ്ഥിയും കാണാം. അതും എത്രയോ വർഷം കഴിയുമ്പോൾ അതും ദ്രവിച്ചു പോകും. എവിടെ ഒരു സെൻറ്റ് ജോ തോമസ് എന്താ ഗോവയിൽ ഒരു ആത്മീയ ഒരു വ്യക്തി മരിച്ച് കല്ലറയിൽ അടക്കി വെച്ചത്. ഇപ്പോഴും ആ ബോഡി അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, ദ്രവിച്ചില്ല. അപ്പോൾ അത് സയൻറ്റിസ്റ്റുമാരൊക്കെ തിരക്കും. എന്തോ അന്ന് എംബാം ചെയ്ത അന്നത്തെ കാലത്തിൽ, ഇന്നല്ലേ എംബാം തുടങ്ങി, അന്നത്തെ കാലത്ത് ആ എംബാം ചെയ്ത കാരണം ആ ബോഡി ദ്രവിക്കുന്നില്ല. അപ്പം നമ്മളത് സെയിൻ്റായിട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ബോഡി ഇപ്പോഴും ആൾക്കാർ ഗോവയിൽ പോയി കാണുന്നുണ്ട്.
അത് കാണാൻ വേണ്ടി അവിടെ ആ കത്തീഡ്രലിൽ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന അവസരങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന ആസ് നോട്ട് ഹിയർ ഹി ഹസ് റിസൺ ജസ്റ്റ് ആസ് ഹി സെഡ്, പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. കം ആൻഡ് സീ ദ പ്ലേസ് വേർ ഹി ലേ, വന്ന് കാണുക, ആ കല്ലറ വന്ന് കാണുക, അവിടെ കിടത്തിയിരുന്ന കല്ലറയിൽ ഒന്ന് നോക്കുക നിങ്ങൾ. ദെൻ ഗോ ക്വിക്ക്ലി ആൻഡ് ടെൽ ഹിസ് ഡിസൈപ്പിൾസ്. 7ാമത്തെ വാക്യം, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറയും. അപ്പോൾ വേഗം ചെന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഒളിച്ച് പതുങ്ങി പേടിച്ചിരിക്കുകയാണ്. കാരണം കർത്താവിനെ കൊന്ന് ഇനി അവരെ വഴിയിൽ വെച്ച് കാണുകയാണെങ്കിൽ ഇനി അവരെയും കൊന്നാലോ. അവരൊരു സ്ഥലത്ത് ഇരിപ്പുണ്ട്. വേഗം ചെന്ന് അവരുടെ അടുത്ത് പറയാൻ എന്തോന്ന്, ദെൻ ഗോ ക്വിക്ക്ലി ആൻഡ് ടെൽ ഹിസ് ഡിസൈപ്പിൾസ് ഹി ഹസ് റിസൺ ഫ്രം ദ ഡെത്ത് ആൻഡ് ഇസ് ഗോയിങ് ഹെഡ് ഓഫ് യു ഇൻ ടു ഗലീൽ. അവൻ കല്ലറയിൽ നിന്ന് ഉയർത്തെണീറ്റും മരണത്തിൽ നിന്ന് ഉയർത്തെണീറ്റും എന്നിട്ട് ഗലീലേക്ക് നിങ്ങൾ എത്തുന്ന മുമ്പ് എൻ്റെ കർത്താവിടെ എത്താൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിച്ചിരുന്ന സമയത്ത് ഈ പറയുന്ന ശിഷ്യന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നായിരിക്കും, എൻ്റെ മരണം എന്നെ ജാതികൾ മരണത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കാണുമായിരിക്കും. എന്നിട്ട് പറഞ്ഞ് മരിച്ച അടക്കപ്പെട്ട് 3-ാം ഉയർത്തെനിക്കുമ്പോൾ ഞാൻ ഗലീലി ആ മലമേളിൽ കാണും, നിങ്ങളവിടെ വരണം. അപ്പോൾ ഇവരെത്തും മുമ്പ് കർത്താവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ സഹോദരിമാർക്ക് ഇത് അറിയില്ല. ഈ ദൂതന്മാർ പറഞ്ഞത് അവിടെ ചെന്ന് പറയാൻ വേണ്ടി ഈ സഹോദരിമാരുടെ അടുത്ത് പറയാണ്. എന്നിട്ട് പറയുന്നത് ഹി ഹസ് റിസൺ ഫ്രം ദ ഡെഡ് ആൻഡ് ഇസ് ഗോയിങ് ഹെഡ് ഓഫ് യു ഇൻ ടു ഗലീൽ. ഗലീലേക്ക് നിങ്ങൾ എത്തും മുമ്പ് ചെന്ന് എത്താൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദർ യു വിൽ സീ, അവിടെ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. നൗ ഐ ഹാവ് ടോൾഡ് യു, ഞാൻ ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ ജോലി തീർന്നു. ദൂതന്മാർക്ക് ഒരു ദൗത്യം കൊടുത്തു തരുന്ന ആ ദൗത്യം ചെയ്തു തരുമ്പോൾ അവരുടെ പണി കഴിഞ്ഞു. നമ്മുടെ അടുത്ത് ഒരു ദൗത്യം ആരെങ്കിലും പറഞ്ഞു തീരുന്ന നമ്മൾ ആ ദൗത്യം പറഞ്ഞ് കുറച്ചുകൂടെ നമ്മുടെ കയ്യിൽ നിന്നും കൂടെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ വിസ്തരിച്ചൊക്കെ പറഞ്ഞ് ഇതാണെന്നില്ല. ദൂതൻ്റെ അടുത്ത് പറഞ്ഞത് എന്തോ അത് കൃത്യമായിട്ട് പറഞ്ഞ് അവരുടെ ദൗത്യം നൗ ഐ ഹാവ് ടോൾഡ് യു. അത് മലയാളം എങ്ങനെ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കൺഫേം ആയിട്ട് ഞാൻ പറഞ്ഞേ എൻ്റെ ജോലി തീർന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ തലയിൽ കയറിയോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് എന്തോ, മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെണീറ്റ് തീരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ് ഞാൻ വീണ്ടും നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. ഞാൻ പോയതിന് ശേഷം മറ്റൊരു കാര്യസ്ഥൻ വരുള്ളൂ. ആ കാര്യസ്ഥൻ വന്ന് തീരുന്ന നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. തീയതും നല്ലതുമൊക്കെ നിങ്ങളുടെ കൂടെ മന്ത്രിച്ച് കൂടെ നടക്കും. അപ്പോൾ ഇത് മുഴുക്കെ മന്ത്രിച്ച് നടക്കുന്ന അത് ഞാൻ പറഞ്ഞല്ല അന്ന്, ഇപ്പോഴും ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് വീണ്ടും ബോധ്യപ്പെടുത്തി തരാണ്, നമ്മുടെ അടുത്ത് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ഗ്രഹിച്ചോ. അപ്പോൾ അന്ന് പറഞ്ഞത് ഇപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറഞ്ഞു നിങ്ങൾ ഗ്രഹിച്ചോ. അപ്പോൾ ഇത് ഗ്രഹിക്കണമെങ്കിൽ മറ്റൊരു കാര്യസ്ഥനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിലേ കർത്താവ് നേരത്തെ കൂട്ടി പറഞ്ഞ ആഴങ്ങൾ മനസ്സിലാവുള്ളൂ. ആ മനസ്സിലായി തീരുമ്പോഴാണ് നമ്മളത് ഗ്രഹിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഈ ദൂതൻ പറയും ഞാൻ പറഞ്ഞേ. കാരണം ദൂതൻ നമ്മളെക്കാളും ഗ്രേഡ് അനുസരിച്ച് താഴെയാണ്. കാരണം നാളെ ഒരു സമയത്ത് നമ്മൾ സ്വർഗരാജ്യത്തിൽ പ്രാപിച്ചു വരുമ്പോൾ നമ്മൾ ഇവരെ വിധിക്കേണ്ടവരല്ലേ. അപ്പോൾ വിധിക്കാനുള്ള അധികാരം ഇവിടുത്തെ നമ്മുടെ ജഡ്ജസ് പറയുന്ന പവർ കണക്ക് നമ്മൾ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിധിക്കാൻ. അപ്പോൾ നമ്മൾ അതിനേക്കാളും പവറാണ്. കാരണം സ്വർഗരാജ്യത്തിൽ പോയി ദൂതന്മാരെ വിധിക്കേണ്ടവരല്ലയോ. അപ്പോൾ പിന്നെ ഈ ലോകത്തുള്ള മനുഷ്യൻ്റെ ഓരോ കാര്യം വിധിക്കാൻ നമുക്ക് പറ്റുന്നില്ലയോ. അതിന് കോടതിയിൽ അവിടെയൊക്കെ കയറുന്ന എന്തിന്? അതിനാണ് ദൈവം വെളിപ്പാടും പരിജ്ഞാനവും ഒക്കെ തരുമ്പോൾ ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് അയാളെ വിധിക്കാൻ പറ്റും. ഈ വിധി എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വെച്ച് വായിക്കുന്നതോ അയാളുടെ മുഖത്ത് നോക്കി പറയുന്നതല്ല. എൻ്റെ ഉള്ളിൽ അറിയാം ആ വ്യക്തിയത്. ഞാൻ അതിനെ തീരുമാനിച്ചു കഴിഞ്ഞു, ഇയാൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഇങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ വിധിച്ചു കഴിഞ്ഞു. കാരണം അത് വിധിക്കാൻ ഞാൻ പറ്റുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തിത്തീരുമ്പോൾ ദൂതന്മാർ ഞാൻ എങ്ങനെ വിധിക്കുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അല്ല മനസ്സിലാകുന്നു? Then go quickly and tell place where he lay. Then go quickly and tell his disciples he is risen from the dead and is going ahead of you into Galilee. There you will see him. Now I have told you. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി തീർന്നു.
സോ ദ വുമൻ ഹറിഡ് അവേ ഫ്രം ദ ടോം. 8ാമത്തെ വാക്യം. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ടു. ഭയവും സന്തോഷം കൊണ്ട് അവർ കല്ലറ വിട്ടു. അപ്പോൾ ദൂതന്മാർ പറഞ്ഞത് ഇവർ വിശ്വസിച്ചു. പറഞ്ഞത് എന്താണ്? മരിച്ചടക്കപ്പെട്ട് ഉയർത്തെണിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ചെയ്തു, നിങ്ങൾ വേണമെങ്കിൽ കാണ്. അപ്പോൾ ഇവരുടെ ഒരത്ഭുതം തന്നെ, ആദ്യത്തെ ഒരു അത്ഭുതം തന്നെ കല്ല് എങ്ങനെ മാറ്റുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് കല്ല് ദൂതന്മാർ ദൈവം വിട്ട് ആ കല്ലിനെ മാറ്റി, ആ ഒരു തടസ്സമേ മാറ്റി. ആ കല്ലിനെ മാറ്റി തീരുന്ന അവിടെ 2 പട്ടാളക്കാരുണ്ട്. ഇവരെ എങ്ങനെ ഓവർകം ചെയ്യും? അവരുടെ കയ്യിൽ തോക്കും വാളും ഒക്കെ ഉണ്ട്. പക്ഷെ നോക്കിയപ്പോൾ അത് 2 തറയിൽ ചത്തത് കണക്ക് കിടക്കുന്നുണ്ട്. അന്ന് ദൂതന്മാർ ഇത്രയും പ്രകാശത്തോടുകൂടി ആ കല്ലിന്മേലിരുന്നിട്ട് അവർക്ക് ദൂതന്മാർ നിങ്ങൾ വന്ന് നോക്ക്, കഥ പറഞ്ഞ പോലെ ഉയർത്തെണീറ്റ് പോയി. ഇനി ഗലീലയിൽ കാണും, നിങ്ങൾ അവിടെ ചെല്ലാൻ വേണ്ടി കർത്താവ് അതിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി പോയിരിക്കുന്നു. സോ ദ ഹ്യൂമൻ ഹാരിഡ്. ഇത് കേട്ടതിന് മുമ്പ് ആ സ്ത്രീകൾ സ്പീഡായി ഫ്രം ദ ടോം. അവർ ആ കല്ലറയിൽ നിന്നും എഫ്രൈഡ് യെറ്റ് ഫിൽഡ് വിത്ത് ജോയ്, ഭയത്തോടും എന്നാലും സന്തോഷത്തോടും കൂടി, കർത്താവ് മരിച്ചില്ല, ഉയർത്ത്. ആൻഡ് റാൻ ടു ടെൽ ഹിസ് ഡിസൈപ്പിൾസ്. എന്നിട്ട് അവർ ഓടിയത് എവിടെ? ആൻഡ് റാൻ ടു ടെൽ. ആ മലയാളം വായിച്ച 8ാമത്തെ. വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. അവൻ്റെ ശിഷ്യന്മാരോട് ആൻഡ് റാൻ ടു ടെൽ ഹിസ് ഡിസൈപ്പിൾസ്. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് പറയാൻ വേണ്ടി കൊടുത്തതാണ് ഈ സ്ത്രീകളുടെ അടുത്ത്. ran to tell his disciples. 9ാമത്തെ വാക്യം. സഡൻലി ജീസസ് മെറ്റ് ദം. അപ്പോൾ ഇവർക്ക് കാണാൻ പറ്റാതെ ഇവർ എത്രയും പെട്ടെന്ന് പോകാം, പക്ഷെ ഭയമുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് യേശു അവരുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു. യേശു അവരെ കണ്ടു തീർന്നപ്പോൾ വന്ദനം, ഗ്രീറ്റിങ്സ്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്നുണ്ട്. സ്നേഹത്തിൽ പറയണം. നമ്മൾ അതിന് പറയാം, നമ്മൾ പെന്തക്കോസ്തിലാണ് പ്രൈസ് ദ ലോർഡ് എന്ന് വെച്ചാൽ ഞാൻ സ്തുതിക്കുന്നില്ല, നിങ്ങൾ പ്രൈസ് ദ ലോർഡ് എന്ന് ദൈവത്തിനെ സ്തുതിക്കുക എന്ന് ഞാൻ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ ചെയ്യാനാണ് ഈ പറയുന്നത്. അപ്പോൾ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന ഇവിടെ കർത്താവ് എന്നതിന് വന്ദനം ചെയ്തു. ഗ്രീറ്റിങ്സ് ഈ സെറ്റ് ദേ കെയിം ടു ഹിം. അവരുടനെ കർത്താവിൻ്റെ അടുക്ക വന്ന് clasped his feet and worship him. ആ മലയാളം വായിച്ചേ. നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. അവർ അടുത്ത് ചെന്ന് കർത്താവിൻ്റെ കാല് പിടിച്ച് നമസ്കരിക്കാൻ വേണ്ടി വന്നു. Then Jesus said to them. ആ സമയത്ത് യേശു അവരുടെ അടുത്ത് പറഞ്ഞു, ഡു നോട്ട് ബി അഫ്രൈഡ്, ഭയപ്പെടണ്ട. ഇത് എല്ലാ പ്രാവശ്യവും കർത്താവ് പറയുന്നുണ്ട്. കർത്താവിൻ്റെ കാര്യത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അത്രയും മനസ്സ് സ്ട്രോങ് ആയിട്ടാണ്. നമ്മൾ വേറെ ആരുമില്ല, കർത്താവിൻ്റെ അടുത്താണ് ചെല്ലുന്നത്, എനിക്ക് പോകാനുള്ള അധികാരമുണ്ട്. ആ ഇതിൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എന്തിനു ഭയന്ന് പോണത്? ഭയന്ന് പോണവർ വിചാരിച്ചോണ്ട് നിൻ്റെ ഉള്ളിൽ കറപ്ഷനുണ്ട്. ആ കറപ്ഷൻ ഉള്ളത് ഞാൻ ആ ഭയത്തോടു കൂടി ഞാൻ പോകുകയാണെങ്കിൽ കർത്താവ് കണ്ടുപിടിക്കുമല്ലോ, ഞാൻ പാപിയാണ്, ഞാൻ കർത്താവിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്, ഞാൻ എങ്ങനെ പോകും? അപ്പോൾ ഭയം വരും. അപ്പോൾ നമ്മൾ ധൈര്യത്തിൽ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് അവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് പാടും, നിങ്ങൾ പേടിക്കണ്ട. ഗോ ആൻഡ് ടെൽ മൈ ബ്രദേഴ്സ്, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് അറിയിക്കുക. ടു ഗോ ടു ഗലീലോട്ട് പോകാൻ വേണ്ടി അവരുടെ അടുത്ത് പറയുക. ദേ വിൽ സീ മീ, അവിടെ വെച്ച് അവർക്ക് എന്നെ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ കർത്താവിനെ ആദ്യം കണ്ടതാര്? 2 സഹോദരിമാരാണ്. അപ്പോൾ എല്ലായിടത്തും കർത്താവ് പറയുന്നതെന്നാണ് യേശു പുരുഷൻ, സ്ത്രീ. പക്ഷെ ഇവിടെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെണീറ്റ് തീരുന്നപ്പോൾ ആദ്യം കാണാനുള്ള അവസരം കൊടുത്താർക്ക്? സഹോദരിമാർക്കാണ്. അപ്പോൾ കർത്താവിനെ കാണാൻ പറ്റുന്ന അവസരം ഏറ്റവും കൂടുതൽ ആദ്യം കിട്ടുന്നത് സഹോദരിമാർക്കാണ്. പക്ഷേ ഈ സഹോദരിമാരെങ്ങനെയെന്ന് പറഞ്ഞാൽ ആരും പോകാത്ത കല്ലറയിൽ ആദ്യമായിട്ട് ധൈര്യപൂർവ്വം പോയി. ആ ധൈര്യം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ധൈര്യത്തിലാണ് പോണത്, അല്ല ലോകത്തിൻ്റെ
അല്ലെങ്കിൽ നമ്മുടെ വീര്യപ്രവൃത്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ നാക്കിൻ്റെ നീളം കൊണ്ടുള്ള ധൈര്യമല്ല, ആത്മാവിൻ്റെ ധൈര്യത്തിൽ പോയത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചു കാണാനും പറ്റി. സോ ആൻഡ് ടെൽ മൈ ബ്രദേഴ്സ് ടു ഗോ ടു ഗലീലി ദാറ്റ് ദേ വിൽ സീ മീ. എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് പറയുക അവർ ഗലീലിലോട്ട് പോകാൻ, അവിടെ വച്ച് ഞാൻ അവരെ കാണും. അപ്പോൾ ഈ വാർത്ത ഈ പറയുന്ന സഹോദരിമാർക്ക് കൊടുത്തു തീർന്നപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അപ്പോൾ നമ്മളും സഹോദരിമാരുടെ എല്ലാവരുടെയും ജോലി എന്തുവാണ്? കർത്താവിൻ്റെ അടുക്ക് വരിക. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെണീറ്റ കർത്താവിൻ്റെ അടുത്ത് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ കർത്താവ് ദൂതുകൾ തരും, നിങ്ങൾ പോയി ഈ ലോകത്തോട്ട് അറിയിക്കുക. അതാണ് നമ്മൾ വായിച്ചപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ മർമ്മം കിട്ടിയത്. സഹോദരിമാർക്ക് ചെയ്യാനുള്ളത് എന്താണ്? പ്രാർത്ഥന, പ്രവചിക്കുക. മറ്റ് വീര്യപ്രവൃത്തികളൊക്കെ പുരുഷന്മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുക. അപ്പോൾ ദൂത് കിട്ടിത്തീരുന്നപ്പോൾ ഇത് ഫിസിക്കലായിട്ട് ദൂത് കൊടുക്കുകയാണ്. ദൈവം കർത്താവ് നേരിട്ട് പറയുകയാണ്, നിങ്ങൾ പോയി പറയുക. അപ്പോൾ ദൂത് ചെന്ന് അവിടെ പറയും, കർത്താവ് ഉയർത്തെണീറ്റുണ്ട്, നിങ്ങൾ ഗലീലിലോട്ട് പോകുക, അവിടെ കർത്താവിനെ നിങ്ങൾ കണ്ടുമുട്ടും. അതൊരു ദൂതായിട്ടാണ് പറയുന്നത്. കാരണം ഇവരൊന്നും കാണുന്നില്ല, ഇവരുടെ കണക്ക് കൂട്ടലിൽ കർത്താവ് മരിച്ച് അടക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത ഇത് 11. While the women were on their way, some of the guards. അപ്പോൾ ഈ സഹോദരന്മാർ മറ്റേ ശിഷ്യന്മാരുടെ അടുത്ത് പറയാൻ വേണ്ടി പോണ സമയം കൊണ്ട് കാവൽക്കാർ ഒരു ഉണർന്നല്ലെന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ പോയി ചീഫ് പ്രീസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു വർണ്ണിക്കുകയാണ്. ഇങ്ങനെയാണ് സംഭവിച്ചത്, അവിടെ ഒരു മിന്നൽ വന്നു, സൗണ്ട് വന്നു, ഇങ്ങനെ വന്ന് കല്ലറ അവിടെ തുറന്നു, അവിടെ ആ കല്ലറ മാറ്റി വെച്ച് തീരുന്നപ്പോൾ ഞങ്ങൾ ബോധം കെട്ട് വീണു. പിന്നെ ചെറിയ ഉണച്ച വന്ന് നോക്കിയപ്പോൾ കല്ലിൻ്റെ മുകളിൽ 2 ദൂതന്മാർ പ്രകാശകേരിയിൽ നിന്ന് അവിടെ 2 സഹോദരിമാർ വന്ന് ആ ദൂതൻ അവർ ഇതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരങ്ങോട്ട് പോയിരിക്കുകയാണ് എന്ന് ഇവർ ചീഫ് പ്രീസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു. ആൻഡ് റിപ്പോർട്ടഡ് ടു ദി ചീഫ് പ്രീസ്റ്റ്. കാരണം അവരെ തൂക്കിക്കൊല്ലും. കല്ലറയിൽ കാവലായിട്ട് വെച്ചിട്ട് നിങ്ങൾ കർത്താവിനെ വന്ന് ബോഡി എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങളെ അറിഞ്ഞില്ലേ, നിങ്ങൾ പിന്നെ എന്ത് കാവൽക്കാരാണ്? അപ്പോൾ അതിനുവേണ്ടി ഇവർ മുൻകൂട്ടി ചെന്നിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നു. എവറിത്തിങ് ഹാഡ് ഹാപ്പൻഡ് വെൻ ദ ചീഫ് പ്രീസ്റ്റ് ഹാഡ് മെറ്റ് വിത്ത് ദ എൽഡേഴ്സ് ആൻഡ് ഡിവൈസ്ഡ് എ പ്ലാൻ. എന്നിട്ട് ആ ചീഫ് പ്രീസ്റ്റ് എന്താ ചെയ്ത്? വീണ്ടും ഗൂഢാലോചനയാണ്. അവർ ചെയ്തതെന്താണ്? അവർ ബാക്കിയുള്ളവരുമായിട്ട് ഒരു ഗൂഢാലോചന സംസാരിക്കാൻ തുടങ്ങി. ഡിവൈസ് എ പ്ലാൻ. ദ ഗേവ് ദ സോൾജേഴ്സ് എ ലാർജ് സം ഓഫ് മണി. അവർ ഈ പട്ടാളക്കാർക്ക് നല്ലൊരു തുക കൊടുത്തു. അവരുടെ ചിന്ത പ്രവർത്തിക്കണം, അവരുടെ ചിന്ത ലോകത്തറിയണം. അവർ നല്ലൊരു തുക കൊടുത്തു. എൽഡേഴ്സ് ഉണ്ട്. ഇപ്പം മലയാളം വായിച്ചേ. പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്ത്. നീ ഇത്രയല്ലേ, അപ്പോൾ 1000 രൂപ ഇരിക്കട്ടെ. അതല്ല, മറ്റേ 10 കോടി ഇങ്ങനെയൊക്കെ കൊടുത്തിരുന്നത് അവൻ പിന്നെ ജീവിതത്തിൽ എതിരായിട്ട് പറയുമോ? എന്നിട്ട് പറയുന്നത് മണി ടെല്ലിങ് ദം. എന്നിട്ട് അവരുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് പറഞ്ഞത് എന്നിട്ട് യു ആർ ടു സേ, നിങ്ങൾ പറയേണ്ടത് ഇന്നതാണ്. എന്ത് പറയേണ്ടത്? ഈസ് ഡിസൈപ്പിൾസ് കെയിം ഡ്യൂറിങ് ദ നൈറ്റ് ആൻഡ് സ്റ്റോൾ ഹിം അവേ. ഡിസൈപ്പിൾസ് എല്ലാം രാത്രി വന്ന് മോട്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ പണം കൊടുത്താലും, അപ്പോൾ കല്ലറ സീൽ ചെയ്ത് പട്ടാളക്കാർ വച്ചിട്ട് ഡിസൈപ്പിൾസ് വന്നപ്പോൾ ഈ പട്ടാളക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? കല്ലറ ഈ സീൽ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് പൂട്ടി വെച്ചിരിക്കുന്ന കല്ലറ ആര് മാറ്റി? ഈ കല്ല് ആര് മാറ്റി? എത്രയോ പേര് വിചാരിച്ചാൽ ഈ കല്ല് മാറ്റാൻ പറ്റുള്ളൂ. ഇതൊന്നും ചിന്ത അന്നത്തെ കാലത്ത് ആർക്കും, ഇന്നത്തെ കാലത്തും എല്ലാവരും അത് തന്നെ. ഓരോരുത്തർ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇതെന്ത് പരിപാടി. ലാർജ് സം ഓഫ് മണി ടെല്ലിങ് ദം യു ആർ ടു സേ, നിങ്ങൾ പറയേണ്ടത് ഹിസ് ഡിസൈപ്പിൾസ് കെയിം ഡ്യൂറിങ് ദ നൈറ്റ് ആൻഡ് സ്റ്റോൾ ഹിം അവേ. രാത്രി വന്ന് ഡിസൈപ്പിൾസ് വന്നിട്ട് ആ മൃതദേഹത്തിന് രാത്രി മോട്ടിച്ചു കൊണ്ടുപോയി. വൈൽ വി വർ അസ്ലീപ്, ഞങ്ങൾ ഉറങ്ങിപ്പോയി, ഞങ്ങൾ ഉറങ്ങിയ സമയം കൊണ്ട് മോഷ്ടിച്ചെന്ന്. അപ്പോൾ നമ്മൾ എത്ര കള്ളത്തനത്തിൽ പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴും അതൊക്കെയല്ലേ നടക്കുന്നത്. അപ്പോൾ അന്ന് ആ ജനം, അന്നത്തെ ജനത്തിൻ്റെ മണ്ടയിലിരിക്കുന്ന ബുദ്ധിയും ചിന്തയും കപടവും ഒക്കെ ഇന്നത്തെ ജനത്തിനും അത് തന്നെ ഉള്ളത്. പക്ഷേ കർത്താവ് പറഞ്ഞത് എന്താണ്? നിങ്ങളെക്കൊണ്ട് ഇതൊന്നും തിരുത്താൻ പറ്റത്തില്ല. അതിനാണ് പറഞ്ഞത് ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും.
പ്രാപിച്ചാലേ ഇവിടെ നിന്നെല്ലാം ഇതെല്ലാം കടന്നു വരുള്ളൂ. അന്നത്തെ ജനത്തിൻ്റെ ആ പറയുന്ന ഇതാണ് നമ്മൾ ഇന്നും കൈമണി കൊടുക്കുന്നത്, കാര്യം നടത്താൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നത്. അപ്പോൾ അന്ന് എത്രയോ വർഷം മുമ്പ് കർത്താവിൻ്റെ സമയത്ത് ഇത് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ഒരു കൂട്ടായ്മയിലൊക്കെ ഇരിക്കും, നമ്മളിതൊന്നും ചെയ്യത്തില്ല. അവിടെ ചെന്ന് നോക്കണം, ഇതും ചെയ്യും, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. ആഫ്രിക്കയിലും അവിടെ ഇവിടെയൊക്കെ ചില അമേരിക്കൻ കാനഡ സ്ഥാപനങ്ങളൊക്കെ ഈ അവർക്ക് പാവപ്പെട്ടവർക്ക് കണ്ടെയ്നർ വഴിയാണ് ഷൂവും ഡ്രസ്സും ഒക്കെ വരുന്നത്. അപ്പോൾ ഒരു പാസ്റ്റർ കോൺടാക്ട് ചെയ്തെല്ലാം വരുന്നു, വന്ന് തരുമ്പോൾ അവരെന്ത് ചെയ്യും, കണ്ടെയ്നറിൽ, അപ്പോൾ കണ്ടെയ്നറിൻ്റെ ആ പൈസ ഇവർ കൊടുക്കണം മിക്ക സ്ഥലത്തും. അപൂർവം ചിലതാണ് അതും അവർ കഴിയും. ഈ കണ്ടെയ്നറിൽ വന്ന് ഇവർ വലിയൊരു കെട്ടിടമൊക്കെ എടുത്ത് ഇതെല്ലാം ലോഡ് ചെയ്ത് അവിടെ വെച്ചിട്ട് ഇവർ അവരുടെ വിശ്വാസികളും ചിലവർക്കെല്ലാം പറയും, നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഞാൻ തരാം, നിങ്ങൾ 10 ഷൂ വീതം കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ പൈസ കൊണ്ടുപോകാം, എന്നിട്ട് ആ ലാഭത്തിൻ്റെ ഒരു വിധം ഇവർക്കും കൊടുക്കും, ചെറിയ തുക. ബാക്കി ഷൂ വിൽക്കാനല്ല അവർ തന്നത്, പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ്. അവിടെ മുഴുക്കി ഇത് തന്നെ നടക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം അവർ പറഞ്ഞ്, എന്തെങ്കിലും അവിടെ സെക്കൻഡ് ഹാൻഡ് ആയാലും കുഴപ്പമില്ല, അത് അയച്ചു തരാം. ഞാൻ പറഞ്ഞു അതൊന്നും അയക്കാനൊന്നും, അത് അയക്കാമല്ലോ, ഞാൻ നോക്കട്ടെ, കുറച്ച് പൈസ അയച്ചു തരാം എന്ന് പറഞ്ഞു. അത് പൈസയൊന്നും വേണ്ട, അല്ല ഞാൻ പറഞ്ഞ് കണ്ടെയ്നർ ഇങ്ങനെ അയക്കാക്കത്തില്ല. കുഴപ്പമില്ല. അപ്പോഴാണ് ഈ ഡിസ്ക്രിപ്ഷൻ തന്നത്, ഇവിടെ എല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾ കണ്ടെയ്നർ അയച്ചാൽ മതി, എന്നിട്ട് അതിൻ്റെ ഇവിടെ കുറച്ച് ഫീസ് കൊടുക്കേണ്ടി വരും, അത് നിങ്ങൾ ഡോളറായിട്ട് ഇങ്ങോട്ട് അയച്ചാൽ മതി. അവർ പിന്നെ സംസാരിക്കുന്നതെല്ലാം ഡോളറിലാണ്, പിന്നെ അവരുടെ ധാരണ അമേരിക്കയിലാണ്. അപ്പോൾ അവർ ഈ പറയുന്ന ആരാ, ബിഷപ്പുമാരും ഇവരൊക്കെയാണ്, വലിയ 10, 30, 40, 50 സഭകളുള്ളതാണ്. അപ്പം പ്രവൃത്തിയോ ഇപ്പം നമ്മൾ കണ്ട കണക്ക് ചോദിക്കുന്നത്. ഇപ്പം എനിക്ക് ഡെയിലി മെസ്സേജ് വരുന്നുണ്ട്, അവർ അനാഥാലയം ഈ ആഫ്രിക്ക മുഴുക്കാൻ അനാഥാലയമാണ് നടത്തുന്നത്. കാരണം പാസ്റ്റർമാരെല്ലാം അനാഥരായിരുന്നു. അവിടെ അപ്പനമ്മമാർ കുഞ്ഞുങ്ങളും കൊടുത്തിട്ട് അവർ എയ്ഡ്സും അതൊക്കെ കൊണ്ട് മരണം. പിന്നെ ഇവരൊക്കെ അനാഥാലയമാണ്, ഇങ്ങനെ ആരെങ്കിലും എടുത്ത് വളർത്തും. എന്നിട്ട് അവർക്ക് പട്ടിണിയാണ്, ഊണില്ല, ഒന്നുമില്ല. ഒരാൾക്ക് ഒരു മാസം $50 വേണം. അവിടെ $50 ഒന്നും വേണ്ട, അവിടുത്തെ ഫുഡ് കൊടുക്കാണ്ട് അവർ ഈ ചോളത്തിൻ്റെ മാവ് എടുത്ത് വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. പക്ഷെ അവർ ചോദിക്കുന്നത് എല്ലാം ഡോളറിൽ കണക്കിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഡോളറിൽ കൊടുക്കുക. അപ്പോൾ അവിടെയൊക്കെ വെട്ടിപ്പാ. ആ വായിച്ച ഭാഗം, അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവേ. വസ്തു നാടുവാഴിയുടെ സന്നിധാനത്തിലെത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കി. ഇത് എത്രാമത്തെ വാക്യം വായിക്കുന്നത്? 13 വായിച്ചേ. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറയും. ഇങ്ങനെ കള്ളം പറയിപ്പിക്കാൻ വേണ്ടി ഈ മനുഷ്യർ തന്നെ ഉണ്ടാകും. നമ്മുടെ അടുത്തും കള്ളം പറയിപ്പിക്കാൻ വേണ്ടി വരും. ചിലത് നമ്മൾ കള്ളം എന്ന് തോന്നിക്കുന്നില്ല, അവർ പറയുന്ന രീതി കാണുമ്പോൾ എന്തോ സത്യമെന്ന് തോന്നും. പക്ഷെ അതിലെല്ലാം കപടം. അതാണ് സൂക്ഷിച്ചു കൊള്ളുവിൻ. വൃദ്ധന്മാരെ വരെ തെറ്റിക്കുന്ന കാലമാണ്. അതെന്ത് വൃദ്ധന്മാരെ തെറ്റിക്കുന്നത്? അവർ ലോകം മുഴുവൻ കണ്ടും കേട്ടും പരിചയപ്പെട്ടും എല്ലാം വന്ന് അവർക്കെല്ലാം അറിയാം. പക്ഷെ ആ അറിയുന്ന വ്യക്തികളെയും എന്താണ് അപ്പോൾ ഏതായാലും അങ്ങനെ നോക്കട്ടെ, അത് എത്രാമത്തെ വാക്യം? അത് ഇവിടെ ഇതിലില്ല. ഓക്കെ. The elders and devises a plan. They gave the soldiers a large sum of money, telling them, you are to say, നിങ്ങൾ പറയേണ്ടത്, his disciples came during the night and stole him away while we were asleep. If this report gets to the governor, ഈ വർത്തമാനം ഗവർണറിൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ, we will satisfy him and keep you out of trouble. ഈ വർത്തമാനം ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ കൊടുത്ത്, ഒരുപാട് പൈസ കൊടുത്ത്, എന്നിട്ട് പറയാം ഈ വർത്തമാനം ഗവർണറിൻ്റെ അടുത്ത് എത്തിക്കുകയാണെങ്കിൽ ആ ഗവർണറിനെ കൊണ്ട് ഞങ്ങൾ റെഡിയാക്കി തരാം നിങ്ങളെ ജയിലിടാതിരിക്കാൻ. കാരണം അവർ കാവൽ വെച്ചിട്ട് അവർ, അപ്പോൾ ഗവർണറിനെ വരെ സോപ്പിടാൻ വരെ ഇവർക്കറിയാം. ആരാ? ദൂതൻ, മറ്റേ യഹൂദന്മാർ. So the soldiers took the money.
ഇതെല്ലാം പറഞ്ഞപ്പോൾ സോൾജേഴ്സ് പണം എടുത്ത് ആൻഡ് ഇറ്റ് ആസ് ദേ വർ ഇൻസ്ട്രക്റ്റഡ്. അവർ ചെയ്തത് അവർ ഏത് രീതിയിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തോ അതേ കണക്ക് അവർ ചെയ്ത്. ആൻഡ് ദിസ് സ്റ്റോറി വാസ് ബീൻ വൈഡ്ലി സർക്കുലേറ്റഡ് എമംഗ് ദ ജ്യൂസ് ടു ദിസ് വെരി ഡേ. ഇത് ആ ദേശത്തും ആ ജൂതന്മാരുടെ ഇടയിലും ഈ വർത്തമാനം ധാരാളമായി സ്പ്രെഡ് ചെയ്തു. ഇന്നും വരെ ഇന്നെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഇന്നും നമ്മൾ അതൊക്കെ അല്ലേ ചെയ്യുന്നത്. പൈസ കെട്ടിത്തരുന്ന അവർ പറയുന്നത് ചെയ്യും. എല്ലാവർക്കും പണം കിട്ടിയാൽ മതി. എന്നിട്ട് അടുത്ത വാക്യം, ദെൻ ദ 11 disciples went to Galilee. എന്നിട്ട് ആ 11 ഡിസൈപ്പിൾസുമാർ ഈ വർത്തമാനം കേട്ട് തിരുന്നു. അവർ എവിടെ പോയത്? ടു ദ ഗലീലി, ടു ദ മൗണ്ടൻ വേർ ജീസസ് had told them to go. യേശു പറഞ്ഞ ആ മലമുകളിൽ അവർ പോയി. When they saw him, they worshipped him, but some doubted. അവർ യേശുവിനെ മലമേൽ കണ്ടു തീർന്നപ്പോൾ ആരാധിച്ചു. ആ കൂട്ടത്തിൽ തിരഞ്ഞെടുത്ത 12 ചിലവർക്ക് സംശയം. അതാണ് നമ്മൾ ആത്മീയത്തിൽ ഇതെല്ലാം വീര്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്നെങ്കിലും അതിൻ്റെ ഇടയിൽ സംശയങ്ങളുണ്ട്. കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് 3 ഉയർത്തിന് ഗലീൽ വരുമെന്ന് പറഞ്ഞ് ഇവർ പോയി അവിടെ വെച്ച് കാണുന്നു. ഞങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചല്ലേ ക്രൂശിച്ച് അടക്കപ്പെട്ടത്. ഈ കല്ലൊക്കെ എടുത്ത് വെച്ച് ക്ലോസ് ചെയ്ത് പട്ടാളക്കാരൊക്കെ വെച്ചത്. ആ കർത്താവ് ഇപ്പോൾ ഗലീലയിലിരിക്കുന്നത്. അപ്പോൾ അവരത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ആരാധിച്ചപ്പോൾ അതിൽ ചിലർക്ക് സംശയം. ഇതാണ് നമുക്കുള്ളത്. വചനം അറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പാട്ട് പാടുന്നു, നമ്മൾ ഉപവസിക്കുന്നു, നമ്മൾ വചനങ്ങൾ എണ്ണി ഇങ്ങനെ പഠിച്ചു വരുന്നു, എന്നിട്ടും സംശയം. When they saw him, they worshipped him, but some doubted. ചിലർ സംശയിച്ചു. സംശയത്തിൻ്റെ കൂട്ടത്തിലാണോ നമ്മൾ? അതോ കർത്താവിനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് നമ്മൾ നമസ്കരിച്ച് കർത്താവിനെ ആരാധിച്ചോ? ഇതാണ് വ്യത്യാസം. ഈ 2 കൂട്ടത്തിലുള്ളവരാണ്. അത് തിരഞ്ഞെടുത്തവരാ. നമ്മൾ വായിക്കാനെടുത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാനെടുത്ത് നമ്മൾ 9 പേരുടെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ തിരഞ്ഞെടുത്ത 9 പേരിലും ഈ സംശയിക്കുന്നവരും ഉണ്ട്. ആ സംശയം കൂടുന്ന കൊണ്ടാണ് ആത്മാവിനെ പ്രാപിക്കാനുള്ളത് പ്രാപിക്കാതെ ഇരിക്കുന്നത്. ആ സംശയം എന്ന് മാറുന്നോ ആത്മാവ് നമ്മൾ വരും. ആ ആത്മാവ് വരുമ്പോഴാണ് സത്യവും നീതിയും നമ്മളെ അറിയിക്കുന്നത്. ബട്ട് സം ഡൗട്ടഡ്. 18 Then Jesus came to them and said, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആര്? പിതാവായ ദൈവം കൊടുത്തിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് ശിഷ്യന്മാരടുത്ത് പറയും. എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലും. നമ്മൾ പറയുന്ന കണക്ക് ആ മുറുക്കാൻ കട എൻ്റെ വകയാ. ആ ചെറുതല്ല. സ്വർഗം, ഭൂമി, അമേരിക്കയും കാനഡയും എല്ലാം, അതിൻ്റെ എല്ലാം എന്താണ്? ഹെവൻ ആൻഡ് എർത്ത് ഹാസ് ബീൻ ഗിവൻ ടു. ഈ ഭൂമിയും സ്വർഗവും എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അധികാരം ആർക്കാണ്? യേശുവിനെന്ന്. അപ്പോഴാണ് ജനം വ്യക്തമായിട്ട്. ജനം അവിടെ യേശു അവിടെ ഇരുന്നപ്പോൾ ഇവരെ കണക്ക് മനുഷ്യനായിട്ട് ജനിച്ച് മനുഷ്യനെ കണക്ക് തന്നെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ദൈവമായിട്ടല്ല. ഇപ്പോഴും ഡിസ്ക്ലോസ് ചെയ്യാണ്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധികാരം എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. Therefore go and make disciples of all nations. അത് കാരണം നിങ്ങൾ പോയി ദേശത്ത് മുഴുവൻ ചെന്ന് ഡിസൈപ്പിൾസിനെ ക്രിയേറ്റ് ചെയ്യാൻ. എങ്ങനെ? ബാപ്റ്റൈസിങ് ദം ഇൻ ദ നെയിം ഓഫ് ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ദ ഹോളി. അവരെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുക. എന്നിട്ട് പറയുന്നത് ആൻഡ് ടീച്ചിങ് ദം ടു ഒബേ എവറിത്തിങ്. എന്നിട്ട് അവരെ പഠിപ്പിക്കേണ്ടത് എല്ലാം അനുസരിക്കുക. ഐ ഹവ് കമാൻഡ്, ഞാൻ നിങ്ങളുടെ അടുത്ത് കമാൻഡ് ചെയ്ത് മുഴുക്കുകയും അവരെ പഠിപ്പിക്കുക, അത് അവരെ അനുസരിപ്പിക്കുക. ആൻഡ് ഷുവർലി ഐ എം വിത്ത് യു. ഞാൻ ഉറപ്പായിട്ട് പറയാമെന്ന്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓൾവേസ് ടു ദ വെരി എൻഡ് ഓഫ് ദിസ് ഏജ്. എപ്പോഴും ഈ ലോകാവസാനം വരെയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഉറപ്പ് തന്നിട്ട് നമുക്കെന്തിനാ സംശയം? ആ സംശയമാണ് നമ്മളെ ഈ കുഴപ്പം അത്രയും ഉണ്ടാക്കുന്നത്. അപ്പോൾ എവിടെ കുഴപ്പം വരുന്നത്, എവിടെ സംശയം വരുന്നത്? നമ്മൾ വായിച്ച വാക്യം എന്തായിരുന്നു? 28:15. സോ ദ സോൾജേഴ്സ് ടുക്ക് ദ മണി. അധികാരമുള്ള, ഈ ലോകത്തിൽ അധികാരമുള്ള സോൾജേഴ്സാണ്. അവർ പണം കയ്യിൽ കിട്ടിയപ്പോൾ ആൻഡ് ഡിഡ് ആസ് ദേ എവർ ഇൻസ്ട്രക്റ്റഡ്. അവർ പറയുന്ന പോലെ ചെയ്യാൻ
അതാണ് നമ്മൾ. ഇപ്പോൾ പണം മാത്രമല്ല, പണത്തിനൊപ്പം നമുക്കിഷ്ടമുള്ള പ്രവൃത്തി. ഒരാൾ വന്നിട്ട് ഞാൻ ഒരു TV തരാം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ, ലോകം. അപ്പോൾ കർത്താവ് ഇവിടെ പറഞ്ഞത്, നിങ്ങൾ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചത് മുഴുവൻ നിങ്ങൾ അവർക്ക് പഠിപ്പിക്കുക, പ്ലസ് അവരെ സ്നാനപ്പെടുത്തുക. ആൻഡ് ഓഫ് ദ സൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ബാപ്റ്റൈസിങ് ദം ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. യേശു നാമത്തിന് അല്ല സ്നാനം, പിതാവായ പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിനും ആത്മാവിൻ്റെ കൃപയ്ക്കും 3 പേരെയും വച്ചിട്ട് സ്നാനപ്പെടുത്തണം. നമ്മളങ്ങനെയാണ് സഭയിലൊക്കെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തും. അപ്പോൾ ഇതാണ്. അപ്പോൾ പറഞ്ഞ ലോകാവസാനം വരെ എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ അവസാനം തന്നെ വേണം. നമുക്കൊരു ലോകമുണ്ട്, നമ്മുടെ ഒരു പ്രായമുണ്ട്, നമുക്കൊരു വയസ്സുണ്ട്, നമുക്കൊരു ആവശ്യം ഇവിടെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ലോകാവസാനം വരെ, ഞാൻ ഈ ലോകത്തിൻ്റെ അവസാനം വരെ എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ടെന്ന് ഇന്ന് വാഗ്ദാനം തരുന്നു. ആ വാഗ്ദാനം തന്ന കർത്താവിനെ എത്രമാത്രം സ്തുതിച്ചാലും മതി വരാത്തില്ല. അതാണ് ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെണീക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരെല്ലാം കൂടെ നടന്ന് തിരഞ്ഞെടുത്ത് അവരെല്ലാം കൈവിട്ടല്ലോ, ഇനി ആര് നമുക്ക് എന്ന് പറഞ്ഞിട്ട് പത്രോസും കൂട്ടനും പോയി വലയിട്ട് മീൻ പിടിക്കാൻ ചെന്നിട്ട് അവിടെയും കിട്ടിയില്ല. അവർ പേടിച്ചൊതുങ്ങി അവിടെ ഇരുന്ന സ്ഥാനത്ത് കർത്താവ് പറയുന്നവർ ആ 12 പേരുടെ അടുത്താണ് പറഞ്ഞത്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ 12 പേര് ഇപ്പം ഇല്ല. ഇനി ആരാ ഉള്ളത്? നമ്മൾ 9 പേര്. അപ്പോൾ വിചാരിക്കും കുശുമ്പ, എനിക്ക് വേറെ ആരെയും നമ്മൾ നോക്കുന്നില്ല. 9 പേര്. അല്ല, ഞാൻ എന്നൊക്കെ തന്നെ നോക്കി നടക്കണമെന്നാണ്. കർത്താവിൻ്റെ വരവിൽ സമയത്ത് 9 പേരെ ഒന്നിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. 2 പേരുള്ള സ്ഥലത്ത് ഒരാളെന്ന് പറഞ്ഞില്ലേ? അതൊക്കെയാണ് അവരവർ പോകാൻ ഒരുങ്ങിയാൽ ആ 9 പേരും ഒരുങ്ങും, ആ എടുക്കുന്ന കൂട്ടത്തിൽ 9 പേരും പോകും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം വീണ്ടും ഓർമ്മിച്ചു. ലോകാവസാനമുള്ളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. I am with you always to the very end of the age എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ ദിവസം പറയും. സ്തോത്രം. അപ്പം നമുക്ക് ഒരു പാട്ട് പാടാം.
ഉള്ളത്തിൽ വന്നതിനാൽ എൻ പാപങ്ങളെ മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വാങ്ങിയിടുമേ മേഘവാഹനത്തിൽ കോടാകോടി തൻ ദൂതന്മാർ. വീണ്ടും വാങ്ങിയിടുമേ മേഘവാഹനത്തിൽ കോടാകോടി തൻ ദൂതന്മാർ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഞങ്ങൾ കോരിച്ചിടുന്നേ ഉള്ളം കോരിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി. ഞങ്ങൾ കോരിച്ചിടുന്നേ ഉള്ളം കോരിച്ചിടുന്നേ നാഥാ നിന്നുടെ വരവിനായി. വായിൽ കഷ്ടതകൾ നേടും ദിനം തോറുമേ നാഥാ വേഗം നീ വന്നിടണേ. വായിൽ കഷ്ടതകൾ നേടും ദിനം തോറുമേ നാഥാ വേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 49-ാം വാക്യം. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, എന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു. കർത്താവ് യേശു ക്രിസ്തു നടന്നു പോകുമ്പോൾ, യെരിഹോവിലെ പ്രദേശത്ത് നടന്നു പോകുമ്പോൾ കർത്താവ് ഒരു ശബ്ദത്തിന് മേൽ നിൽക്കാനിടയായി. ആ ശബ്ദത്തിന് മേൽ നിൽക്കാൻ കാരണം ഒരുവൻ കർത്താവിനെ നസ്രയനായ യേശുവിനെ വിളിക്കുകയും. മർക്കോസ് 10:49. അപ്പോൾ യേശു നിന്നു. അപ്പോൾ യേശു നിൽക്കാനുള്ള സാഹചര്യം എന്താണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ നിൽക്കാൻ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ജനത്തിന്റെ ഇടയിൽ കൂടെ കർത്താവ് കടന്നു പോകുമ്പോൾ അങ്ങനെ നിൽക്കാനുള്ള കാരണം എന്താണ്? ഒരു കുരുടനായ ഒരു ഭിക്ഷക്കാരൻ കർത്താവിനെ നിലവിളിച്ച് കർത്താവിനെ വിളിക്കുകയും. എന്നാൽ ആദ്യം ഈ കുരുടൻ വിളിച്ചപ്പോൾ കർത്താവ് കേൾക്കാതെ പോകുന്ന ഒരു സന്ദർഭം അവിടെ കാണാൻ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവൻ അവിടെ നിന്ന് കർത്താവിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് കേട്ടോ കേട്ടില്ലയോ അത് അവിടെ പ്രാധാന്യമല്ല. പക്ഷേ കർത്താവിന്റെ കൂടെ നടന്നവർ ഇത് കേട്ടു. അവനെ കിടന്ന് നിലവിളിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ നിലവിളിക്കുന്ന ഒരു ഭാഗം അവിടെ വായിക്കുമ്പോൾ, കർത്താവിനെ വിളിക്കുമ്പോൾ ആ കർത്താവിന്റെ കൂടെ നടന്നവർ കേട്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു ഭാഗം നമുക്കവിടെ വായിക്കുമ്പോൾ മനസ്സിലാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി, ഈ കുരുടനായ വ്യക്തി കർത്താവിനെ വിളിക്കുമ്പോൾ കർത്താവ് കേട്ടോ കേട്ടില്ലയോ അറിയില്ല, പക്ഷേ കർത്താവിന്റെ കൂടെ നടന്നവർ കേട്ടോ. കർത്താവിന്റെ കൂടെ നടന്നവർ കേട്ടെങ്കിൽ കർത്താവിന്റെ കൂടെ നടന്നവർക്ക് അറിയത്തില്ലേ കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു, കുരുടരെ കാഴ്ച കൊടുക്കുന്നു, മുടന്തരെ നടത്തിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, എല്ലാം വ്യക്തമാക്കി അറിയുന്ന ഒരു ജനമാണ് കർത്താവിന്റെ കൂടെ നടക്കുന്നത്. അല്ലെങ്കിൽ അവർ കർത്താവിന്റെ കൂടെ നടക്കത്തില്ല, കർത്താവിനോട് മാറി നടക്കും. കർത്താവിന്റെ കൂടെ നടക്കാൻ കാരണം കർത്താവിന്റെ കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളം കണ്ടവരാ. എന്നാൽ ഈ വ്യക്തി കിടന്ന് നിലവിളിക്കുന്നത് കണ്ടിട്ട് കാണാതെ പോലെ പോകുന്ന കർത്താവിനെ അല്ല ഇവിടെ നമ്മൾ കാണാൻ വായിച്ചു വരുമ്പോൾ മനസ്സിലാകുന്നത്. എന്നാൽ കർത്താവ് ഇവിടെ ശ്രദ്ധിച്ചത് കർത്താവിന്റെ കൂടെ നടന്നവരുടെ ആ പ്രവൃത്തിയാണ് കർത്താവ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. കർത്താവിന്റെ കൂടെ നടക്കുന്നവർ കർത്താവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടുണ്ട്.
കർത്താവിനെ തന്നെ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ നടക്കുന്നവർ ഈ നിലവിളി കേട്ടിട്ട് ഇത് മിണ്ടാതാക്കാൻ ശ്രമിക്കുകയും നമ്മളവിടെ വായിച്ചു വരുമ്പോൾ 48-ാം വാക്യം വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കാം. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഈ നിലവിളി കേട്ടില്ല എന്നവിടെ വ്യക്തമായിട്ട് ഒന്നും എഴുതിയിട്ടില്ല. പക്ഷേ കർത്താവ് നിലവിളി കേട്ടിട്ടുണ്ട്. കാരണം അതിന് താഴെ വരുമ്പോൾ മനസ്സിലാകും. എന്നാൽ കർത്താവിനെ വിളിക്കുന്ന ഈ ദാവീദ് പുത്ര എന്ന് നിലവിളിക്കുമ്പോഴും ഈ വിളി എത്രത്തോളം ഉയരുന്നതിനനുസരിച്ച് കർത്താവ് കടന്നു പോകുന്നു, കർത്താവിന് കൂടെ അനേകർ കടന്നു പോകുന്നു. കാരണം അനേകർ കടന്നു പോകാനുള്ള കാരണം നമ്മുടെ വായിച്ചു വരുമ്പോൾ 46-ാം വാക്യത്തിൽ വ്യക്തമാക്കിയിട്ട് കാര്യം വലിയ പുരുഷാർത്ഥം കൂടെയാണ് കർത്താവ് നടന്നു പോകുന്നത്. എന്നാൽ പലരും ഈ കുരുടനോട് പറയും മിണ്ടാതിരിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനെ വിളിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കർത്താവ് കേൾക്കാതിരിക്കാൻ, ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി അനേകർ ശ്രമിക്കുക, മിണ്ടാതാക്കാൻ വേണ്ടി അനേകർ ശ്രമിക്കുന്നുണ്ട്. ഈ കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്ക് അറിയത്തില്ലേ കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർത്താവിന്റെ അടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കർത്താവ് തൊട്ടാൽ സൗഖ്യമാകും, കർത്താവിന് അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടവരാണ് ഈ വ്യക്തികൾ. എങ്കിൽ പോലും ഇവർ കർത്താവിനെ വിളിക്കുന്ന ഈ വ്യക്തിക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിക്കുവാനോ അല്ലെങ്കിൽ കർത്താവിനോട് പറയുവാനോ അവർ ശ്രമിക്കാതെ ഈ വ്യക്തിയെ മിണ്ടാതാക്കാൻ ശ്രമിക്കുക. ദൈവത്തിനകത്ത് വ്യക്തമായിട്ട് പറയുക, കർത്താവിനെ വിളിക്കുമ്പോൾ തടസ്സപ്പെടുത്താൻ അനേകരുണ്ടാവാം, മിണ്ടാതിരിക്കാൻ പറയുന്നവരുണ്ടാവാം. പക്ഷേ ദൈവത്തെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ വിശ്വാസത്തോടെ വിളിക്കുമ്പോൾ അതിനെ എത്ര തടസ്സപ്പെടുത്തിയാലും നിലവിളി നിർത്തരുത്. നിലവിളി നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തടസ്സപ്പെടുത്തുന്നവർക്ക് അതൊരു പ്രാധാന്യം, അവർക്കൊരു സന്തോഷമാക്കാനുള്ള വിഷയം വരും. പക്ഷെ കർത്താവ് ഈ നിലവിളി കേട്ടിട്ടും കർത്താവ് ശ്രദ്ധിച്ചത് ഈ കൂടെ നടക്കുന്നവർ എന്ത് ചെയ്യുമെന്നാണ്. കർത്താവ് കൂടെ നടക്കുന്നവർ അവരെ മിണ്ടാതാക്കിയപ്പോൾ കർത്താവ് ഉടൻ തന്നെ നിന്നു. നമ്മളോട് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാകും. ഈ ആൾക്കാർ ശാസിച്ചപ്പോൾ ഇവൻ നിർത്താതെ പിന്നെയും നിലവിളിക്കുകയും അങ്ങനെ നിർത്താതെ നിലവിളിച്ചപ്പോൾ കർത്താവ് അവിടെ നിന്നിട്ട് ഈ വ്യക്തിയോട് പറഞ്ഞ് അവനെ പോയി വിളിക്കാൻ. കർത്താവ് ഇത് നേരത്തെ ഇവരുടെ മനസ്സറിയാൻ വേണ്ടി കർത്താവ് ശ്രമിച്ചു. ഈ കൂടെ നടക്കുന്നവർ കർത്താവിന്റെ കൂടെ നടക്കണമെന്ന് പറഞ്ഞിട്ടും കർത്താവിന് വേണ്ടി എന്ത് പ്രയോജനമുള്ളവരാ? കർത്താവിന് വേണ്ടി ഒരു പ്രയോജനം ഇല്ലാത്ത പോലെയാണ് ഇവർ നടക്കുന്നത്. അനേകർ കർത്താവിനെ വിളിക്കുമ്പോൾ തടസ്സപ്പെടുത്താനല്ലാതെ വേറെ എന്ത് പ്രയോജനം ഇവരെ കൊണ്ടുണ്ടാകുന്നത്? കർത്താവ് ഇത് മനസ്സിലാക്കിയപ്പോൾ കർത്താവ് ആ യാത്രയിൽ നിന്നിട്ട് തിരിഞ്ഞിട്ട് കർത്താവ് ഈ നടന്നു വരുന്ന കൂടെ ഉണ്ടായിരുന്നവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ അവനെ വിളിക്കാൻ പറഞ്ഞു. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ വ്യക്തമാക്കി മനസ്സിലാകാൻ 49-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവാണോ അവനെ വിളിച്ചത്? കർത്താവല്ല വിളിപ്പിച്ചത്. കർത്താവ് ആളെ വിട്ട് വിളിപ്പിക്കുകയും. കാരണം കർത്താവിന്റെ കൂടെ നടക്കുന്നവർ മിണ്ടാനാക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് ആളെ വിട്ട് അവനെ വിളിപ്പിക്കുകയും. ആരൊക്കെയാണോ കർത്താവിനെ വിളിച്ചപ്പോൾ തടസ്സപ്പെടുത്തിയവർ, അല്ലെങ്കിൽ ആരൊക്കെയാണ് കർത്താവിനെ വിളിച്ചപ്പോൾ തടസ്സപ്പെടുത്തിയിട്ട് കർത്താവ് കേൾക്കാതിരിക്കാൻ ശ്രമിച്ചവർ, അവരെ കൊണ്ട് തന്നെയാണ് കർത്താവ് വിളിപ്പിക്കുന്നത്. അവനെ വിളിപ്പിക്കും എന്ന് കർത്താവ് വ്യക്തമാക്കിയിട്ടൊരു കമാൻഡിങ് കൊടുക്കുകയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സപ്പെടുത്തുന്നവരെ കൊണ്ട് തന്നെ കർത്താവ് വിളിപ്പിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിന്റെ കൂടെ നടത്തിട്ടും കർത്താവിനും പ്രയോജനമില്ല, ഈ കുരുടനും പ്രയോജനം ഇല്ലാത്തവരെ കണക്കാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കർത്താവ് അതിന് നേരെ തിരിഞ്ഞിട്ട് നിന്നതിന് ശേഷം കർത്താവ് ആ വ്യക്തികളോട് പറയാം, പോയി വിളിക്കുക, അവനെ തന്നെ പോയി നിങ്ങൾ വിളിക്കണം. കാരണം അവൻ അത്രത്തോളം എന്നെ നിലവിളിച്ച് വിളിക്കുന്നുണ്ട്. ആ വിളി നിങ്ങൾ കേട്ടിട്ട് കേൾക്കാത്തവരെ മിണ്ടാതാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കത് കേൾക്കാതെ പോകാൻ സാധിക്കില്ല. നിങ്ങൾ അവനെ മിണ്ടാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കവനെ മിണ്ടാതിരിക്കാൻ ശ്രമിക്കില്ല. കാരണം അവൻ എന്നെയാണ് വിളിക്കുന്നത്. അവൻ വിളിക്കുന്ന വിളി കേൾക്കാതെ കടന്നു പോയി കഴിഞ്ഞാൽ അത് ഞാൻ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ആ പ്രവൃത്തി നടക്കാതെ പോകും. എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്? ഞാൻ അനേകരെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനും രോഗികളെ സൗഖ്യമാക്കാനും ഈ യേശു പിതാവായ ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യം ദൗത്യം ചെയ്തെടുക്കാനാണ് ഈ ഭൂമിയിൽ വന്നത്. അങ്ങനെ ഞാൻ കേൾക്കാതെ പോകാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എന്നെ വിളിക്കുന്നവരുടെ നിലവിളി ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും ഞാനത് കേൾക്കാതെ പോകത്തില്ല. കർത്താവ് നിന്നിട്ട് തടസ്സപ്പെടുത്തിയവരോട് പറഞ്ഞു, പോയി വിളിക്കാൻ പറഞ്ഞു. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. വിളിപ്പീൻ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. അവൻ പോയിട്ട് ആ കുരുടനോട് പറയുക, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. അവർ പറഞ്ഞു, കുരുടനെ വിളിച്ചു. അതുവരെ മിണ്ടാതിരിക്കാൻ പറഞ്ഞവര് കർത്താവ് പറഞ്ഞു വിട്ടപ്പോൾ അവർ പോയിട്ട് പറയേ, ധൈര്യപ്പെടുക, നിന്നെ വിളിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് അവനെ വിളിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ്. ഇവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാകണം, ഈ വ്യക്തി ഈ കുരുടന് കർത്താവിനെ കണ്ടിട്ടില്ല, കാരണം അവന് കാഴ്ചയില്ല. എന്നാൽ അവനൊരു വിശ്വാസമുണ്ട്, കർത്താവിനെ വിളിച്ചാൽ അവന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവന് വ്യക്തമാക്കി മനസ്സിലാകും. എന്നാൽ മറ്റുള്ളവർ തടസ്സപ്പെടുത്തിയാലും ഞാൻ വിളിക്കുന്ന ദൈവം എനിക്ക് അല്ലെങ്കിൽ യേശു
എൻ്റെ വിളി കേൾക്കും എന്നൊരു വിശ്വാസത്തോടെ മറ്റുള്ളവർ തടസ്സപ്പെടുത്താൻ നോക്കിയപ്പോഴും ഈ കുരുടൻ ആ നിലവിളി നിർത്താതെ കർത്താവിനെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു തടസ്സം വന്നാലും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കൈവിടരുത്. കർത്താവിനോട് നിലവിളി നമ്മൾ നിർത്തരുത്. ആരൊക്കെ തടസ്സപ്പെടുത്തിയാണെന്ന് വന്നാലും, മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും എൻ്റെ കർത്താവിനെ ഞാൻ ഉയർത്തും, എൻ്റെ കർത്താവിനെ ഞാൻ വിളിക്കും, അനേകരുടെ മുന്നിൽ എൻ്റെ കർത്താവിനെ ഉയർത്തി കാട്ടും. അത് എൻ്റെ ഒരു കടമ. ഞാൻ കർത്താവിനെ കണ്ടിട്ടില്ല, പക്ഷേ എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ കർത്താവിനെ കൊണ്ട് കഴിയും. എൻ്റെ കർത്താവിനെ ഞാൻ വിളിച്ചാൽ അവൻ എൻ്റെ നിലവിളി കേൾക്കും. മറ്റുള്ളവർ കേട്ടിട്ട് കേൾക്കാത്ത പോലെ മിണ്ടാതിരിക്കാൻ എന്നെ ശ്രമിക്കുമ്പോഴും എൻ്റെ കർത്താവ് ആ നിലവിളി കേട്ട് നിൽക്കുമെന്ന് അവനൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടെ അവൻ വിളിച്ചപ്പോഴാണ് കർത്താവ് ആ നിലവിളി കേൾക്കുവാനും മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്ന് നോക്കിയപ്പോൾ അവരുടെ മനസ്സ് മനസ്സിലാക്കിയ കർത്താവ് അവരെ കൊണ്ട് നിലവിളി നിർത്താൻ പറഞ്ഞവരെ കൊണ്ട് തന്നെ വിളിപ്പിക്കുകയും ആ കുരുടനെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാനിടയായി. എന്നാൽ നമ്മൾ അതിന്റെ 50-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ ആ പുതപ്പിട്ട് കളഞ്ഞു, ചാടി എഴുന്നേറ്റു, യേശുവിന്റെ അടുക്കൽ വന്നു. അവനറിയാം യേശുവിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ എനിക്കിനി ഈ പുതപ്പിന്റെ ഒരു ആവശ്യമില്ല. അവൻ ചാടി എഴുന്നേറ്റു. അവൻ അതുവരെ അവിടെ അപ്പൊ എന്താ ചെയ്യായിരുന്നു, ഇരിക്കുകയായിരുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. അവൻ ഇരുന്ന സ്ഥലത്തുനിന്ന് അവൻ കർത്താവ് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇനി ഞാൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഇനി ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല, എൻ്റെ കർത്താവ് വിളിക്കുന്നു എന്ന് കേട്ട പാടെ എൻ്റെ നിലവിളി കർത്താവ് കേട്ടു എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയ കുരുടൻ അവൻ ഇരുന്ന സ്ഥലത്തുനിന്ന് ചാടി എഴുന്നേറ്റു. ഇനി ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, എന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തന, ഞാൻ വിളിച്ച വിളി അവൻ കേട്ടത് കൊണ്ടാണ് എന്നെ വിളിക്കുന്നത് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയ കുരുടൻ ആ ഇരുന്ന സ്ഥലത്തുനിന്ന് എണീറ്റ് അവന്റെ പുതപ്പും എല്ലാം വലിച്ചെടുത്ത് എടുത്ത് കളഞ്ഞിട്ട് ഇനി എനിക്കിതൊന്നും വേണ്ട, എന്നെ വിളിച്ച കർത്താവ് വിശ്വസ്തന, അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഓടിച്ചെന്ന് കർത്താവിന്റെ അടുക്കിലേക്ക് എത്തുകയെ. നമ്മളവിടെ വായിക്കും മനസ്സിലാക്കണം, ആ വ്യക്തി കർത്താവിനെ കണ്ടിട്ടില്ല, പക്ഷെ ഒരു വിശ്വാസമുണ്ട്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ, ആ വിളിച്ച ദൈവം എൻ്റെ അടുക്കിലേക്ക് വിളിക്കുകയാണെങ്കിൽ എന്തോ എൻ്റെ വിളി കേട്ടിട്ടുണ്ട്, ആ വിളിക്ക് എന്തോ ഒരു മറുപടി തരാൻ പോകണമെന്നുള്ളൊരു വിശ്വാസത്തോടാണ് ആ വിളി കേട്ട ധൈര്യത്തോടെ ഓടിച്ചെല്ലുന്നത് കർത്താവിന്റെ അടുക്കിലേക്ക്. ഓടിച്ചെന്നിട്ട് കർത്താവ് അവനോട് ചോദിക്കണം, യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. റബി, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. അവന്റെ അപേക്ഷ ഒന്ന് മാത്രമുള്ളൂ, നിന്റെ കൂടെ നടക്കുന്നവരും നീ കുരുടനെ സൗഖ്യമാക്കി വെക്കും, നീ മുടന്തരെ നടത്തിയതും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് വേണ്ടത് ഒന്ന് മാത്രമുള്ളൂ. ഈ ഭൂമിയിലെ നന്മയൊന്നുമല്ല, നീ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ, നീ സൃഷ്ടിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് നീ എൻ്റെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായി. ആ കുറവ് മാത്രം എൻ്റെ ജീവിതത്തിൽ നികത്തി തന്നാൽ മതി. ഞാൻ വേറെ ഒന്നും ഞാൻ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കർത്താവേ, എനിക്ക് കാഴ്ച വേണം. മറ്റുള്ളവർക്ക് കണക്ക് നീ കൊടുത്ത കാഴ്ച, മറ്റുള്ളവർക്ക് കൊടുത്ത ആ ഒരു സംഭവം എനിക്കും കൂടെ തരണം. നീ ഉണ്ടാക്കിയ ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടാക്കിയ ആ സംഭവം മാത്രം എനിക്ക് മതി. കർത്താവിനോട് അപേക്ഷിച്ച് എനിക്ക് കാഴ്ച വേണം. ആ കാഴ്ച വേണമെന്ന് കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ മറുപടി പറഞ്ഞ് അവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. 52-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചേനെ. റബ്ബുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് കുരുടനെ സൗഖ്യമാക്കിയെന്നു, കാഴ്ച വരട്ടെ ഒന്നുമല്ല പറഞ്ഞത്. കർത്താവ് ഒന്നും മാത്രമേ പറഞ്ഞുള്ളൂ, നിന്റെ വിശ്വാസം പോലെ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന്റെ വിശ്വാസം എന്തായിരുന്നു? അവൻ നിലവിളിച്ചാൽ കർത്താവിന്റെ നിലവിളി കേൾക്കും. ആരെല്ലാം തടസ്സപ്പെടുത്തിയാലും എൻ്റെ നിലവിളി കർത്താവ് കേൾക്കും. എന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഞാൻ വിളിച്ച വിളി കർത്താവ് കേട്ടത് കൊണ്ട് ഞാനിവിടെ ഇനി ഇരിക്കേണ്ടവനല്ല. കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നിത്യതയിൽ അല്ലെങ്കിൽ വിശ്വസ്തനായിട്ട് കർത്താവിന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ, എന്നെ വിളിച്ച വിളിക്ക് അനുസരിച്ച് ഞാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ വിളിച്ച എൻ്റെ നിലവിളിക്കനുസരിച്ച് ഞാൻ ചോദിക്കുന്ന അപേക്ഷ കർത്താവ് കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനോടൊന്ന് അപേക്ഷിച്ചപ്പോൾ കർത്താവിനോടൊന്ന് പറഞ്ഞ്, കാഴ്ച വരട്ടെ എന്നല്ല പറഞ്ഞത്, നിനക്ക് സൗഖ്യം വരട്ടെ എന്നല്ല പറഞ്ഞത്, നീ ചോദിച്ച പോലെ നടക്കട്ടെ എന്നല്ല പറഞ്ഞത്, നിന്റെ വിശ്വാസം പോലെ നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തി. നമ്മൾ കർത്താവിനെ എത്രത്തോളം വിശ്വാസത്തോടെ കർത്താവിനെ നിലവിളിക്കുന്നു, അല്ലെങ്കിൽ കർത്താവിനോട് മുട്ടിപ്പായി അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ കർത്താവിനെ എത്രത്തോളം നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ ആ നിലവിളി നിർത്താതെ മറ്റുള്ളവർ തടസ്സപ്പെടുത്തുമ്പോഴും, ഏതൊക്കെ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോഴും തടസ്സത്തിനെക്കാട്ടും പ്രാധാന്യത്തിനോടും ആ തടസ്സത്തിനെക്കാട്ടും ഇരട്ടി നിലവിളി ഞാൻ കർത്താവിനോട് നിലവിളിക്കുമെന്നുള്ള ആ വിശ്വാസത്തോട് വിളിക്കുകയാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ വലിപ്പം പോലെ ഇരിക്കും നമ്മുടെ ജീവിതത്തിലെ വിടുതൽ. ആ ജീവിതത്തിലെ വിടുതൽ കർത്താവിന്റെ അടുത്ത് ശിഷ്യന്മാർ വന്ന് ചോദിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യമാണ് 7-ാമത്തെ വാക്യം വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാം. ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവിനെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. കർത്താവ് വ്യക്തമാക്കിയ ഒരു സംഭവം പറയുന്ന മനസ്സിലാക്കും. വലിയവനായ ദൈവത്തെ ഒരു ചെറിയ വിശ്വാസമെങ്കിലും നിങ്ങൾ കർത്താവിനോട് കാണിച്ചു കഴിഞ്ഞാൽ
കർത്താവ് ഈ മലയെ ഈ കടലിലേക്ക് മാറ്റാൻ കർത്താവിന് കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞൊരു ഉപമ ഇത്രയേ ഉള്ളൂ. ഈ കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസം, എന്ന് വെച്ചാൽ അത്ര ചെറിയൊരു വിശ്വാസം, ഈ കടുകിൻ്റെ അത്ര ഉള്ളൊരു വിശ്വാസം ഇങ്ങനെ ഉണ്ടെങ്കിൽ, ആ വലിയവനായ ദൈവത്തെ നമ്മൾ ആ കടുകുമണിയോടുള്ള ആ ചെറിയ വിശ്വാസം ഇങ്ങനെ ഉണ്ടെങ്കിൽ വലിയ പ്രവൃത്തി ദൈവത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? ആ വലിയ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിന്റെ വലിപ്പം പോലെ ഇരിക്കും നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ പ്രവൃത്തികൾ. എന്നാൽ ചെറിയ വിശ്വാസമെങ്കിലും ദൈവത്തോടുണ്ടെങ്കിൽ, കർത്താവ് അതുകൊണ്ട് പറഞ്ഞ കടുകുമണിയോടെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് കടലിലേക്ക് മാറിപ്പോകാൻ നമ്മൾ പറഞ്ഞാൽ സംഭവിക്കും. എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള വിശ്വാസം, നമുക്ക് ആ ചെറിയൊരു വിശ്വാസം ഇങ്ങനെ ഉണ്ടെങ്കിൽ അത്രയും വലിയ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പൂർണ്ണതയോടെ എത്ര വലുപ്പത്തിലാണ് കർത്താവിനെ വിശ്വസിക്കുകയാണെങ്കിൽ ആ വലിയ സംഭവം നമ്മുടെ ജീവിതത്തിൽ കാണാനിടയാകും. നമ്മളിവിടെ വായിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി കർത്താവിനെ വിശ്വസിച്ചത് എന്ത് കണ്ടിട്ടാണ്? ഒന്നും കണ്ടിട്ടല്ല കർത്താവിനെ വിശ്വസിച്ചത്. കുരുടനായ വ്യക്തി കർത്താവിനെ കണ്ടിട്ടില്ല. കർത്താവിന്റെ അത്ഭുതങ്ങളൊന്നും അവന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അവൻ പൂർണ്ണതയോടെ കാണാതെ അവൻ വിശ്വസിച്ചു. കർത്താവ് തോമസിനോട് പറഞ്ഞതുപോലെ, നീയോ കണ്ടിട്ട് എന്നെ വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കാൻ ഭാഗ്യവാൻ. നമ്മുടെ മുന്നിൽ കാണാത്ത പല കാര്യങ്ങളും ഉണ്ടാവാം. നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ കണ്ടിട്ടോ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടാകാം. പക്ഷേ കർത്താവാണെന്ന് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണതയോട്, അത് ചെറുതാണെങ്കിൽ എത്ര വലിയ ചെറിയ വിശ്വാസത്തോടെങ്കിലും നമ്മളത് വിശ്വസിക്കുകയാണെങ്കിൽ എൻ്റെ കർത്താവിനെ കൊണ്ട് കഴിയുമെന്നുള്ള വിശ്വാസം, അല്ല എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, മനുഷ്യനാൽ അസാധ്യമാണ്, ദൈവത്താൽ സാധ്യമാണ് എന്ന് വെച്ച് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണാത്ത സംഭവങ്ങളായിരിക്കാം, നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പറ്റാത്ത പല കാര്യങ്ങളായിരിക്കാം, മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത കാര്യമായിരിക്കാം. എന്നാൽ ദൈവത്താൽ കഴിയുന്ന ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മൾ വിശ്വസിച്ച് കർത്താവിനെ പൂർണ്ണതയോടെ വിശ്വസിക്കുകയാണെങ്കിൽ, കുരുടനോട് പറഞ്ഞോളൂ, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയണമെങ്കിൽ കർത്താവിനെ വിളിക്കേണ്ടതുപോലെ അവൻ വിളിച്ചു. അവൻ കർത്താവിനെ മറ്റുള്ളവർ തടസ്സപ്പെടുത്താൻ വേണ്ടി വന്നു. അവന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഒരുപാടുണ്ടായി. ആ തടസ്സത്തിനെ അവൻ കാരണമാക്കാതെ, ആ തടസ്സങ്ങളൊന്നും അവന്റെ ജീവിതത്തിൽ കർത്താവിനെ വിളിക്കുന്നതിന് ഒരു തടസ്സം അവന് ബുദ്ധിമുട്ട് ശ്രമിക്കാതെ, അവൻ അതേപോലെ ആ ബുദ്ധിമുട്ട് ഒന്നും അവന്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമാക്കാതെ കർത്താവിനെ വിളിക്കുന്നതിന് വിശ്വാസത്തോടെ അവൻ വിളിക്കാനിടയായി. ഞാൻ വിളിക്കുന്ന ഈ നിലവിളി കർത്താവ് കേൾക്കും, എൻ്റെ നിലവിളി കേട്ടിട്ട് എന്നെ കർത്താവിൻ്റെ അടുക്കിലേക്ക് എന്നെ വിളിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ വിളിച്ചപ്പോൾ, ആ ദൈവത്തെ വിളിച്ചപ്പോൾ ആ കർത്താവ് അവൻ്റെ നിലവിളി കേൾക്കുകയും ആ തടസ്സപ്പെടുത്തിയ കൂടെ തന്നെ വിളിപ്പിക്കുവാൻ ഇടയാകുകയും അതുപോലെ തന്നെ കർത്താവിനെ വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആ വിളിക്കുന്നു എന്ന് കേട്ട ഉടനെ തന്നെ അവൻ ഇരുന്ന സ്ഥലത്ത് നിന്ന്, ഇനി ഞാൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല, എല്ലാം വിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി. നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ കർത്താവ് വിളിക്കുമ്പോൾ വിടേണ്ടത് വിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ, വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരികയാണെങ്കിൽ, അല്പം വിശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ മതി. കർത്താവിനോട് ചെറിയൊരു വിശ്വാസം, ഒരു കടുകോണിയോടുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ചെറിയൊരു വിശ്വാസമെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ പൂർണ്ണതയോട് വിശ്വസിക്കണം. ഏതൊരു വിഷയവും നമ്മൾ ദൈവസന്നിധിയിൽ വയ്ക്കുമ്പോൾ പൂർണ്ണതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ, വിശ്വാസത്തോടെ നമ്മുടെ കർത്താവിനെ കണ്ടിട്ടില്ലേ, കുരുടൻ കർത്താവിനെ കണ്ടിട്ടില്ല, കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാൻ എന്ന് കർത്താവ് തോമസിനോട് പറഞ്ഞതുപോലെ നമ്മൾ പൂർണ്ണതയോടെ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ വെക്കുന്ന ഏത് വിഷയമാണെങ്കിലും ചെറിയ കടുകുമണിയോടുള്ള വിശ്വാസമുണ്ടെങ്കിൽ ആ വലിയവനായ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണാനിടയാകും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മൾ വർദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ആ വിശ്വാസം നമ്മൾ എത്രത്തോളം വലിയ വിശ്വാസം നമ്മൾ വർദ്ധിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ കാണാത്ത പല കാര്യങ്ങളുണ്ടാകാം. പക്ഷെ പൂർണ്ണതയോടെ ദൈവത്തെ, മനുഷ്യന് കഴിയാത്ത പല കാര്യങ്ങളും ദൈവത്താൽ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ദൈവത്തിൽ കൂടെ നമുക്കത് ചെയ്തെടുക്കുവാൻ സാധിക്കും. ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ വിശ്വാസത്തോടെ എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടി കടക്കും എന്ന് നമ്മൾ വിശ്വാസത്തോടെ അതനുസരിച്ച് ദൈവത്തിൽ തന്നെ പൂർണ്ണ ആശ്രയം വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഈ കുരുടനെ പോലെ ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവമുണ്ട്. കർത്താവ് നിൽക്കുവാൻ തക്കവണ്ണം നമ്മൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ നിലവിളി കേട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Lord, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you. Oh,
temptations comes my way. When I cannot stand, I fall on you. Jesus, you're my hope and stay. Lord, I need you. Oh, I need you. Area, I need you. My one defense, my righteousness. Oh God, how I need you. My one defense, my righteousness. Oh God, how I need you. My one defense, my righteousness. Oh God, how I need you.
നിശ്ചയം മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം സമൃദ്ധിയായ അനുഗ്രഹം നൽകും നിശ്ചയം മാറാത്ത വാഗ്ദത്തം നൽകും നിശ്ചയം 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 അത് നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുന്നില്ല നിശ്ചയം നിശ്ചയം അത് നിശ്ചയം വാഗ്ദത്തം തന്നവനാകെയുമില്ല കത്തിച്ചാർത്തമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്ന് ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം കത്തിച്ചാർത്തമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്ന് ചോദിച്ചാൽ ലഭിച്ചിടും അത് നിശ്ചയം സ്വർഗത്തിന് ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹവും ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കൃപയും നമ്മുടെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും പാടിയ എല്ലാ വിഷയത്തിന്മേലും നമ്മുടെ 9 പേരുടെ മേലും എന്നും എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ 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 ആമേൻ. സ്തോത്രം.